നമ്മളിപ്പോൾ EFT ടാപ്പ് ചെയ്യാൻ പോകുന്നത് അബൻഡൻസ്. അപ്പോൾ തീർച്ചയായിട്ടും അബൻഡൻസ് അഥവാ നമ്മുടെ സമൃദ്ധിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബ്ലോക്കുകളോ ഉള്ളവരാണ് കൂടുതലും ഇതിലേക്ക് വരാൻ ചാൻസ് ഉള്ളത്, മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ അത് എന്താണ് ഷഹസാദ് ഫേസ് ചെയ്യുന്നത് എന്താണ്? കാരണം എനിക്ക് ഗ്രൂപ്പിനെ അറിഞ്ഞാൽ അതിനനുസരിച്ചത്തെ തെറാപ്പി മെത്തേഡ് കൃത്യമായിട്ട് തരാൻ പറ്റും. അതാ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ആ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ ആ ഹെഡ്സെറ്റ് ആ ഉണ്ടല്ലോ അല്ലേ? ഇച്ചിരി കുറവാണ്, എന്നാലും കേൾക്കാം. കുറവാണ്. ഓക്കെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേ ആ ഒന്നാമത്തത് ഒരു 100% എന്നിലേക്ക് എന്ന് പറഞ്ഞു വരുന്ന പല സംഗതികളും ബ്ലോക്ക് ആയി പോകും. ആ ആ ആ അപ്പൊ ഓക്കെ. അത് പിന്നെ ഇപ്പൊ ബിസിനസ് ആണെങ്കിലും ആ ജോലി ആണെങ്കിലും ആ അത് നമുക്കൊരു 100 നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മിലേക്ക് വരേണ്ട സംഗതികൾ ശരിക്കും ആ അതായത് ഈ മണി ബ്ലോക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്സ് എന്ന വാക്കുകൾ ഏതാണ്ട് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ നമ്മളത് കേൾക്കാൻ തുടങ്ങി. ആ സോഷ്യൽ മീഡിയ ത്രൂ ആണ്. ആ അതിന് മുമ്പേ ഇത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ലൈഫിൽ. ആ ആ എന്തോ എങ്ങനെയൊക്കെ ഒരു ചോർന്നു തടസ്സം പോകുന്നുണ്ട് എന്നൊക്കെ അല്ലേ? പറയും. തടസ്സങ്ങളോ അതെ അല്ലെങ്കിൽ അതെ ചോർച്ചയോ അല്ലേ? അല്ലെങ്കിൽ കൈ അതെ അതെ. വരുന്നത് നിലനിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ അല്ലേ? കൈ വരുന്ന നിലനിൽക്കുന്നില്ല, നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ അതേപോലെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കയ്യിൽ എടുത്തെത്തി കഴിഞ്ഞ് തട്ടിപ്പോവാം, അല്ലെങ്കിൽ ഓ ബ്ലോക്ക് ആയി ഓ അവിടെ ഓ നിന്നോട്ട്. ആ ഡെഫിനറ്റ്ലി. അതിലും ആ സാഹചര്യം മാത്രമല്ല, അതിലോട്ട് വരുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മളായിട്ട് പിണങ്ങിപ്പോകും. ആ ആ ആ അപ്പൊ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല അപ്പൊ ഈ അവസരം നഷ്ടപ്പെടും. റിലേഷൻഷിപ്പ്, ആ അതെ, പാർട്ട്ണറോ അങ്ങനത്തെ വിഷയങ്ങൾ അല്ലേ? ഭയങ്കര. ബിസിനസ് അതെ അതെ, പാർട്ട്ണറോ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലേ? അതൊക്കെ അതെ നമുക്ക് അനുഭവങ്ങളാണ് കേട്ടോ, അനുഭവങ്ങളാണ്. എൻ്റെ ലൈഫിൽ അതെ. ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു പാർട്ട്ണറെ വെച്ചിട്ട്. പക്ഷെ അതൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ വട്ടപൂജ്യത്തിൽ എത്തിയിട്ട് തിരിച്ചു കയറിയതാണ്. ആ 2019 ജാനുവരിയിൽ ഞാൻ വട്ടപൂജ്യത്തിൽ എത്തിയ മനുഷ്യനാണ്. ഞാൻ ആക്സിസ് ബാങ്കിന്റെ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ 500 രൂപ 22 പൈസയാണ് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ജാനുവരി 2019. അവിടെ നിന്നാണ് ഞാനൊരു വാശിപ്പുറത്ത് ഈ പറയുന്ന വ്യക്തി, ഞാൻ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരുപാട് പണം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഒരു പാർട്ട്ണറായിരുന്നു, ബിസിനസ് പാർട്ട്ണറായിരുന്നു. പക്ഷേ ഞാനതൊക്കെ ഫൊർഗീവ് ചെയ്തു. ഞാൻ അതുകൊണ്ടാണ് വരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പണ്ടൊക്കെ ഇത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഹൈലി ഇമോഷണലൊക്കെ ആവുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇമോഷൻ മാറ്റാൻ സാധിച്ചു. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയാണ്. ആ ഇമോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കോണം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട്ണർ വന്നു, നമ്മളെ പറ്റിച്ചിട്ട് പോയി. അപ്പൊ എനിക്കറിയാം ഒരു ആയുർവേദ ഡോക്ടറെ 90 ലാക്സ് പറ്റിച്ച ഒരാളുണ്ട്. സുഹൃത്താണ്. ആയുർവേദ ബിസിനസ്സൊക്കെ അവര് സ്വന്തമായിട്ട് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യ വൈദ്യരാണ്. ഇദ്ദേഹം ആയുർവേദ ഡോക്ടറുമാണ് മലപ്പുറത്ത്. എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് 90 ലാക്സ് ആണ് ബ്ലോക്ക് ആയി പോയെന്നാണ്. അവരൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ മാർക്കറ്റിൽ ഇറക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കാരണം നമ്മളുടെ തന്നെ മണി മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, ഏത് ഫ്രീക്വൻസി ആണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആരെയും നമ്മൾ കുറ്റം പറയത്തില്ല. ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്ത് അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ തന്നെ മണ്ടത്തരമാണത്. അവനെ മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ അവനെ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ് എൻ്റെ മണ്ടത്തരം. മനസ്സിലായോ? അവനെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും സമയം പോയി. അപ്പോഴേക്കും ഒരുപാട് പണം അവന്റെ കയ്യിലായി. പിന്നെ ഞാൻ സഹിക്കുകയായിരുന്നു. ഒരു സൈക്കോ ആയിരുന്നു. സൈക്കോ ക്യാരക്ടറാണ്. അതായത് നമ്മൾ മണ്ടരാണ് മണ്ടരാണെന്ന് പറയുന്നു. ഞാൻ മണ്ടരാണെങ്കിൽ ക്ലാസ്സിൽ വരൂ. ഒരു വ്യക്തി മണ്ടരാണെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടരാവാനായിട്ട് നിൽക്കരുത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി നമ്മളെ കളിയാക്കാണ്. നമ്മളെ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഫാദർ, അച്ഛൻ തന്നെ നമ്മളോട് പറയാണ്, "നീ എന്തുണ്ടാക്കിയടാ?" എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് വലിയ മുറിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ ഡെഫിനിറ്റ്ലി അവിടെ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്ക് വരും. കാരണം നമ്മളുടെ സ്വന്തം ജന്മം തന്ന അച്ഛനാണ് നമ്മളോട് പറയുന്നത്. അത് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും. ഇമോഷണൽ ബ്ലോക്കേജ് ആണ് പണത്തെ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ പലർക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇതില് പണത്തെക്കുറിച്ച് പ്രശ്നങ്ങളില്ലാതെ ഫ്ലോയിൽ ഉള്ളവരും ഉണ്ടാവും. പുതിയൊരു ശാസ്ത്രം പഠിച്ചെടുക്കാൻ വരുന്നവരുണ്ടാവും. നഷ്ടങ്ങൾ ഉണ്ടായവരുണ്ടാവും. ഒരു വ്യക്തി സ്ഥിരമായിട്ട് പറ്റിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് EFT ചെയ്ത് ഒഴിവാവാം. അയാൾ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. അയാളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കൗൺസിലിംഗിൽ വന്ന പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനി ഫിനാൻഷ്യൽ അഫയേഴ്സിൽ ഈ വ്യക്തി ഭർത്താവ് ആയിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, പിടിച്ചു വെച്ചേക്കുക. ഇനി 5 പൈസ കൊടുത്തു പോകരുത്. കാരണം ഇന്ന് വരെ പറ്റിച്ചതാണ് ഭാര്യയോ ഭർത്താവിനെയോ. മനസ്സിലായോ? അപ്പോൾ ഇനി തുടങ്ങി എന്ത് ചെയ്യുന്നു? നമ്മളത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ കടക്കും. മനസ്സിലായോ? ഇതും ഒരു മെന്റൽ ബ്ലോക്കേജ് ആണ്. ഫോർ എക്സാമ്പിൾ സി ഈ ഈ എനർജി എന്ന് പറയുന്ന സംഭവമാണ്. നമ്മൾ EFTക്ക് അപ്പുറം ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ചർച്ച വരണം. ഇപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറക്കുക. ഫഹദ് എന്താണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുക. അതുപോലെ ഹിബ്രത്തുള്ള എന്താണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുക.
അബ്ദുൽ ലത്തീഫ് സാറിനെ എനിക്കറിയാം. അബ്ദുൽ ലത്തീഫ് സാറ് ഈ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാർഷിക സർവകലാശാലയിൽ നല്ലൊരു പൊസിഷനിലേക്ക് ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇനി കാർത്തിക, അതുപോലെ നിഖില, ഷറഫ്. ഷറഫിനെ എനിക്ക് നേരത്തെ അറിയാം. നിർമ്മൽ, വിമല ഡോക്ടർ മകനാണ്. അവർ ചെയ്യുമ്പോൾ ആ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക. ഞാൻ ഒരു കാര്യം പഠിക്കുമ്പോൾ എൻ്റെ മകനെയും പഠിപ്പിക്കുന്നു. കാശ് പോകുന്നതല്ല അവിടെ നോക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു, സൈഡിലിരുന്ന് അവൻ കണ്ടോട്ടെ എന്ന് അവർ വിചാരിക്കുന്നില്ല. പണം കൊടുത്തിട്ട് നമ്മൾ എനർജി എക്സ്ചേഞ്ച് ആണത്. അതിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ എൻ്റെ വൈഫിനെയും ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും പണം അടയ്ക്കാൻ പറയും. ഗൾഫിലുള്ള ഒരാൾ എൻ്റെ കോഴ്സിന് വെൽത്ത് മാസ്റ്ററി അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര വേണം സാർ? അപ്പോൾ 7500 ആണ് 21 days കോഴ്സിന്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടന്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ നമ്മളുടെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ ആളുകൾ പറയും, ഔട്ട് ഓഫ് 100, 120, 100, 200 തരാൻ തയ്യാറാണെന്ന് പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. കോഴ്സ് കഴിഞ്ഞ ദിവസം വന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ആ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ അറിയാം. അവർ പറയുന്നുണ്ട്, സാറിൻ്റെ കോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്ന പോലെയാണ്. ഒരുപാട് EFT മാത്രമല്ല, ഒരുപാട് അറിവുകൾ, വെൽത്ത് മാസ്റ്ററി അല്ല, അതിനകത്ത് കർമ്മ നിയമങ്ങൾ അടക്കം എല്ലാം വരുമെന്ന്. അതിനാണ് നമ്മൾ ചർച്ചകൾ വെക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം അവിടെ ഇവിടെ ടാപ്പ് ചെയ്യുന്നു, എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ലല്ലോ. കേരളത്തിൽ ഇന്നോളം പഠിപ്പിക്കുന്ന ഒരാൾ പോലും ക്വാളിഫൈഡ് അല്ല ശരിക്കും. ഇപ്പൊ മെട്രിക്സ് റീപ്രിന്റിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ അവര് ക്വാളിഫൈഡ് അല്ല. ഞാൻ ഇതിന്റെ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു മലയാളി തന്നെ ബാംഗ്ലൂരുള്ള ഒരാളെ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സർ ഗോ ടു ദ വെബ്സൈറ്റ് യു വിൽ ഗെറ്റ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവരുടെ നമ്പർ കിട്ടിയത്. ഇന്ത്യയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഒരാൾ പോലും ഇല്ല. മെട്രിക്സ് റീപ്രിന്റിംഗ് കൃത്യമായി പഠിച്ചവർ ഇല്ല. ഒഫീഷ്യലി അവർ ക്വാളിഫൈഡ് അല്ല. പക്ഷേ അവർ 55,000, 50,000, 45,000 ഒക്കെ ഈടാക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരെ കുറ്റം പറയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇഫ് യു ഡോണ്ട് നോ ദ സബ്ജക്ട്, ഡോണ്ട് ട്രൈ ടു ടീച്ച് അതേഴ്സ്. ഞാൻ ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടി 9 ട്രെയിനേഴ്സിനെ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇൻക്ലൂഡിങ് ഇതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഗ്യാരി ക്രെയ്ഗ്. ഗ്യാരി ക്രെയ്ഗിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം വന്നതിന് ശേഷം അദ്ദേഹം പഴയ ടാപ്പിംഗ് രീതി മാറ്റി. അവിടെ കയ്യിലും ഗ്യാമറ്റ് പ്രൊസീജിയറൊന്നും ടാപ്പ് ചെയ്യുന്നേ ഇല്ല. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യുമ്പോൾ ചിലർ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കാണാം, ഇവിടെ ടാപ്പ് ചെയ്യുന്ന കാണാം, ഇവിടെ ടാപ്പ് ചെയ്യുന്ന കാണാം. എന്നിട്ട് പാട്ട് പാടുന്ന കേൾക്കാം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാണാം. പക്ഷേ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് EFT വന്നു കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഫുൾ നോളജ് ഉള്ള ബുക്കാണ് EFT യെ കുറിച്ച്. ഗ്യാരി ക്രെയ്ഗും അതുപോലെ തന്നെ ഗബ്രിയേല റൂട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയും കൂടി ചേർന്നിട്ട് എഴുതിയിട്ടുള്ളതാണ്. അവരൊരു ഡോക്ടറാണ്. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഈ ഗ്യാരി ക്രെയ്ഗ് അല്ല ഇതിന്റെ ഉപജ്ഞാതാവ്. ശരി, ഇതിന്റെ തുടക്കം വരുന്നത് അക്യുപങ്ചറാണ്. 8,000 years ago ദിസ് നോളജ് വാസ് ദർ ഇൻ ഇന്ത്യ. കളരിയിൽ വന്നിരുന്നതാണ്. തമിഴിൽ പറയുമ്പോൾ വർമ്മകല എന്നറിയപ്പെട്ടിരുന്നു ഈ അക്യുപ്രഷർ പോയിന്റ്സ്, അക്യുപങ്ചർ പോയിന്റ്സ് ഒക്കെ. അക്യുപങ്ചറിലാണ് ഇതിന്റെ തുടക്കം. അതിനുശേഷം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ ഹിസ്റ്ററി കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് പഠിക്കുന്നത്? ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം പഠിക്കും അല്ലേ? ജാൻജസിന്റെ, അതായത് ഗംഗയുടെ തീരത്ത് അന്ന് ജനങ്ങൾ വസിച്ചു പോന്നു, അവരുണ്ടാക്കിയ സംസ്കാരം അത് പിന്നീട് ഭാരതീയ സംസ്കാരമായി മാറിയതടക്കം പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ നമ്മൾ യു ഷുഡ് നോ ദ ഹിസ്റ്ററി. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അക്യുപ്രഷർ മെത്തേഡിലാണ്. ഇനി അവിടെ നിന്ന് റോജർ കലഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് TFT അഥവാ തോട്ട് ഫോഴ്സ് തെറാപ്പി. നിങ്ങളൊരു നോട്ട് എപ്പോഴും എഴുതി വെച്ചോളൂ. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെച്ച് പോവുക. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു നോളജ് നിങ്ങൾക്ക് കിട്ടും. എന്നും നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ആഫ്റ്റർ 10 years നിങ്ങൾ നോക്കുമ്പോൾ വിനോദ് സാർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ടൊന്നും ആരും പഠിപ്പിക്കില്ല. അതുകൊണ്ട് നമ്മൾ 7 ദിവസം പഠിപ്പിക്കുന്നു. 3 ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. ശരി, ടാപ്പിംഗ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത്രേ ഉള്ളായിരുന്നു എന്ന് തോന്നും. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദിസ്, വെൻ യു ടാപ്പ് ഓൺ ദിസ് പോയിന്റ്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, അതും കൂടി ഞാൻ പഠിപ്പിക്കും. സാധാരണഗതിയിൽ അത് പഠിപ്പിക്കുന്നത് പ്രാക്ടീഷണർ കോഴ്സിലാണ്. പക്ഷേ വേൾഡ് വൈഡ് പഠിപ്പിക്കുന്ന പ്രാക്ടീഷണേഴ്സ് ആരും കൃത്യമായിട്ട്, ഞാൻ അതിൽ റിസർച്ച് നടത്തിയിട്ട് ഞാൻ കൃത്യമായി നോട്ട് ഉണ്ടാക്കി, കൃത്യമായി പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതെന്താന്നുള്ളത്. അപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ടാപ്പിംഗ് ഹിയർ, അക്യുപങ്ചറിൽ ഇത് ജീവൻ രക്ഷാ പോയിന്റ് ആണ്. ജിംഗ്ലോ പോയിന്റ് എന്ന് പറയും. ആലോചിച്ച് നോക്കണം. ഒരാള് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ അയാൾക്ക് വേദന എടുത്തോട്ടെ, ഇവിടെ ഞെക്കിപ്പിടിച്ച അയാൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ദി പോയിന്റ്, മൂക്കിന് തൊട്ട് താഴെ നമ്മുടെ ഈ വരയില്ലേ, ഈ പോയിന്റിൽ നമ്മൾ ഞെക്കി പിടിച്ചോ. അപ്പൊ മോണയുടെ ഈ ഭാഗത്തും പല്ലിനിടയ്ക്കായിട്ട് വരും. ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വൺ ടച്ച് അക്യുപങ്ചറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ പഠിച്ചില്ലേ, ഇന്ന് വലിയൊരു നോളജ് പഠിച്ചില്ലേ. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉമ്മയ്ക്കോ ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്. EFT നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ EFTയുടെ ഉത്ഭവം എന്ന് പറയുന്നത് TFTയിലൂടെയാണ്, തോട്ട് ഫോഴ്സ് തെറാപ്പിയിലൂടെയാണ് ഇതിന്റെ തുടക്കം. ഇന്ന് നമ്മൾ തിയറി പറയുന്നു, നാളെ തുടങ്ങി നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കിടക്കും. ഇന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ടാസ്ക് തരും കേട്ടോ. ടാസ്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി യു വിൽ ചേഞ്ച് യുവർ ലൈഫ്. ടാപ്പിംഗ് നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഡെഫിനറ്റ്ലി ഒന്നല്ലെങ്കിൽ വേറെ വൺ ഓർ അനദർ തിങ്, ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഒരു ബ്ലോക്കേജ് മാറ്റുന്നതാവാം, അങ്ങനെ പല കാര്യങ്ങളാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരാളെയും പഴിക്കരുത്. ഫോർഗീവ് ദം. ആദ്യം വേണ്ടത് അതാ, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറയും അല്ലേ. മുഹമ്മദ് നബി പറയുന്നത് നിങ്ങൾ ഇപ്പൊ തെറ്റുകൾ ചെയ്തവരോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറയും. അതങ്ങ് പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഫോർഗീവ്നെസ് അത് പവർഫുൾ എനർജിയാണ്. ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവ് ആയിക്കൊള്ളട്ടെ, പരസ്പരം പറ്റിച്ചു, അയാൾ അതൊക്കെ ചെയ്തു, അയാളുടെ നിലനിൽപ്പിന് വേണ്ടി കുറച്ച് തെറ്റുകൾ ചെയ്താണ്. ഫോർഗീവ് ഹിം, ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഹിം ഗോ എന്നല്ല, ലെറ്റ് ദാറ്റ് എനർജി ഗോ ഫ്രം യുവർ എനർജി ബോഡി. അതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾ ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ടാങ്ക് കലക്കി തരുന്നോ അല്ലെങ്കിൽ നല്ലൊരു ചായ, നല്ലൊരു കാപ്പി, സൂപ്പർ പാലൊക്കെ കൂടുതലൊഴിച്ച് നല്ല മധുരമൊക്കെ ഇട്ട് നമ്മളുടെ മനസ്സ് നിറഞ്ഞു കുടിച്ചപ്പോൾ പറയണം താങ്ക് യു വെരി മച്ച്. അവർ നമ്മൾക്കത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. EFT ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഫോർഗീവ്നെസ്. ചിലപ്പോൾ സ്വന്തം ഉപ്പയോടായിരിക്കും, ഉമ്മയോടെ ആയിരിക്കാം, അച്ഛനോടോ അമ്മയോടോ ആയിരിക്കാം, പപ്പയോടോ മമ്മിയോടോ ആയിരിക്കാം. ഫോർഗീവ് ദം, ലെറ്റ് ഇറ്റ് ഗോ. അതിനൊരു മെത്തേഡ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. റിലീസിങ് മെത്തേഡ് അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സെഡോണ മെത്തേഡ് എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ TFT റോജർ കലഹൻ തുടങ്ങിയിട്ട് EFT എന്നുള്ള പേര് കൊണ്ടുവന്നത്, ആ ടി അങ്ങ് മാറ്റിയിട്ട് FT വെച്ചു. പക്ഷേ ഇമോഷണൽ ഫ്രീഡം തെറാപ്പിയാക്കി. കാരണം തോട്ട് ഫോഴ്സ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഇമോഷണൽ തോട്ട് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയും. EFT ടെക്നിക് എന്നാണ് ശരിക്കും വേർഡ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അപ്പൊ തന്നെ ഉണ്ട് ഇമോഷൻ ഫ്രീഡം, അതിനുള്ള തെറാപ്പി ടെക്നിക്. ഇത് WHO അടക്കം അംഗീകരിച്ച ഒന്നാണ് കേട്ടോ, ലോകമെമ്പാടും അംഗീകരിച്ചതാണ്. നിങ്ങൾക്ക് ഇതിൽ സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഒരു 1500 പേ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം. ഇഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് വൺ മോർ തിങ് ആഫ്റ്റർ ദിസ്, ഇഫ് യു ലൈക്ക് മൈ ക്ലാസ് യു ക്യാൻ ജോയിൻ എ സീരിയസ് കോഴ്സ്. ഇപ്പോൾ കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ, ഇപ്പോൾ ദിവ്യയെ പോലെയുള്ളവർ, യോഗ മൈൻഡ് തെറാപ്പി ഒക്കെ നടത്തുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കോഴ്സ്, ലെവൽ 1 ആൻഡ് ലെവൽ 2 EFT, റിയൽ EFT ഫോർ നമ്മൾ ഇമോഷണൽ പ്രോബ്ലം എല്ലാത്തിനും ഉള്ളത്, മെന്റൽ പ്രോബ്ലം, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോബ്ലത്തിനൊക്കെ എങ്ങനെ ടാപ്പ് ചെയ്യാം, ഹിസ്റ്ററി അടക്കം വേരിയസ് മെത്തേഡ് അടക്കം എല്ലാം നിങ്ങൾ പഠിപ്പിച്ചു തരാം. എന്തായിരുന്നു പഴയ മെത്തേഡ്, ഗാരി ക്രൈഗ് എന്തുകൊണ്ട് അത് വ്യത്യാസം വരുത്തി പുതിയ മെത്തേഡാക്കി ഗോൾഡൻ സ്റ്റാൻഡേർഡിലേക്ക് വന്നു, ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ അത് പ്രാക്ടീഷണർ കോഴ്സാണ്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് അംഗീകൃതമായ. അതായത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടും. നിങ്ങളൊരു ഒരു ട്രെയിനറിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ സർട്ടിഫൈഡ് ആണോ എന്ന് നോക്കുക, ഫസ്റ്റ് തിങ്. വേറൊന്ന്, അയാൾക്ക് നിങ്ങളെ സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ തെറാപ്പി ലെവലിലൊക്കെ ഇപ്പോൾ ഒരു PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ നമുക്ക് മെന്റൽ കേസസ് ഒക്കെ എടുത്തിട്ട് തെറാപ്പി മെത്തേഡിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കാം, മിനിമം അത് വേണം എന്നാണ്. പക്ഷേ അതുണ്ടെങ്കിൽ പോലും നമ്മളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എങ്കിൽ ദർ ഇസ് നോ യൂസ്. ഇത് നിങ്ങൾക്ക് അഭിമാന പുരസ്സരം, നിങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞ, ഞാനത് മാറ്റി വിടുന്നു, ഞാൻ കാണിച്ചു തരാം അടുത്ത ദിവസം. സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം മാറ്റി അത് നമ്മൾക്ക് അവിടെ പ്രദർശിപ്പിക്കാം. ഇനി ഞാൻ തരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്റർനാഷണൽ അസോസിയേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് വെറും $10 കൊടുക്കുക, $30 കൊടുക്കേണ്ട സാധനം 1 വർഷത്തേക്ക് ഗോൾഡൻ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അത്രയും അക്രഡിറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. മനസ്സിലായോ? അക്രഡിറ്റഡ് ട്രെയിനിങ് പ്രൊവൈഡർ ആണ്. നിങ്ങൾ ഈ IOATH.com കയറി നോക്കുക. എന്നിട്ട് ഇന്ത്യ, കേരള, ബിനോയ് ജോൺ എന്നടിച്ചു കൊടുത്താൽ അവിടെ കാണാം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അടക്കം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾക്ക് ഒരാളെ സർട്ടിഫൈ ചെയ്യാനുള്ള അതോറിറ്റി അവർ തരുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ പുതുക്കണം.
ഈ സർട്ടിഫിക്കറ്റ്. അക്രഡിറ്റഡ് ട്രെയിനിങ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ സർട്ടിഫിക്കറ്റ് തരിക. അടുത്ത ദിവസം ഞാൻ അതെടുത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓരോ വർഷവും നമ്മളത് പുതുക്കണം. പക്ഷേ വൺ ടൈം ആ അക്രഡിറ്റേഷൻ കിട്ടാനാണ് പാട്. നമ്മൾ വെബ്സൈറ്റ് കാണിക്കണം, നമ്മൾ ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാംസിന് തെളിവ് കൊടുക്കണം, നമ്മൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. നമ്മൾ ഇതിന് കൂടുതൽ അർഹനാണെന്നുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ തരുള്ളൂ. കാരണം അവർ മാത്രമല്ല 2 മണിക്കൂറോ അതിലധികമോ ക്ലാസ് എടുത്താൽ മാത്രമേ സർട്ടിഫൈ ചെയ്യാവുന്നതാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യാറില്ല. നമ്മളിപ്പോൾ എത്ര മണിക്കൂറുണ്ട്? 7 ദിവസമാണ് നിലനിൽക്കുന്നത്, 1.5 മണിക്കൂർ വെച്ച്. അപ്പോൾ അത്രയും നമ്മൾക്ക് കിട്ടുക. അപ്പോൾ യു ആർ റിയലി എലിജിബിൾ ടു ഗെറ്റ് ദാറ്റ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആണെങ്കിൽ, ഒരു കാര്യം മറ്റുള്ളവരിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നൗഡേയ്സ്. എൻ്റെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ഓസ്ട്രേലിയ, യൂറോപ്പ് എവിടെ വേണമെങ്കിലും പോയിക്കോ, US, അവിടെ എല്ലാം അത് അംഗീകരിക്കും. അവിടെ നമ്മൾക്ക് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ്, അതായത് ഇത്രയും മണിക്കൂറുകൾ ഈ വ്യക്തി ഇന്ന സബ്ജക്റ്റിൽ പഠിച്ചു എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്തിട്ട് എൻ്റെ അക്രഡിറ്റഡ് ട്രെയിനിങ് പ്രൊവൈഡറിൻ്റെ സീലടക്കം ഇതിനകത്തുണ്ടാവും. അത് ഉപയോഗിക്കാനുള്ള അനുമതി നമുക്ക് തന്നിരിക്കുക. മനസ്സിലായോ? GCC വാല്യൂ ഉണ്ടോ? GCC ഡെഫിനറ്റ്ലി വാല്യൂ ഉണ്ടാവും. കാരണം യൂറോപ്യൻ കൺട്രീസ് അംഗീകരിച്ചതെല്ലാം GCC അംഗീകരിക്കും. അതാണ് എൻ്റെ അറിവ്, അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും അവർ ഇംഗ്ലീഷുകാർ അംഗീകരിച്ചതിനെ ഒരിക്കലും, അല്ലേ, അതങ്ങനെയല്ലേ അവരുടെ ഒരു മെന്റാലിറ്റി, കണ്ടിട്ടില്ലേ? ഇംഗ്ലീഷുകാരൻ അംഗീകരിച്ചതിനെ അവരപ്പം തന്നെ അംഗീകരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി അത് ഞാൻ ഒന്ന് അന്വേഷിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഈ സർട്ടിഫിക്കറ്റ് വേൾഡ് വൈഡ് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ TFTയിൽ നിന്ന് റോജർ കലഹൻ കൊണ്ടുവന്ന ആ ടെക്നിക്കിൽ നിന്നാണ് EFT എന്ന് പറയുന്ന ഫോം ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ ഹിസ് പാഷൻ വാസ് ഇൻ ടു തെറാപ്പി. അതുകൊണ്ട് അദ്ദേഹം സൈക്കോളജി പഠിക്കുകയും തെറാപ്പിസ്റ്റ് ആവുകയും പിന്നീടാണ് EFTക്ക് രൂപം കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്യുപ്രഷറിലുള്ള പോയിന്റുകളിലാണ്, ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ, ഒരു പവർ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. EFT ഫോർ അബൻഡൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ ഇത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ EFT പ്രാക്ടീഷണർ കോഴ്സിൽ കൊടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഒന്ന് അലൈൻമെന്റ് ഒന്ന് മാറ്റിയിട്ടോട്ടെ. ഫൈൻ. ഓക്കെ, എല്ലാം കാണാമല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് EFT? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇതിൻ്റെ റൂട്ട് എന്താണ്? വെൻ ടു യൂസ് EFT? എപ്പോഴൊക്കെ യൂസ് ചെയ്യാം? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേസിക് റെസിപ്പി. ഈ ബേസിക് റെസിപ്പി എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ദം ബിരിയാണി ഉണ്ടാക്കണം. നമ്മൾ ഒരു റെസിപ്പി നമ്മൾ യൂട്യൂബിൽ കാണുകയാണ്. അപ്പോൾ അവർ പറയും ആദ്യം വെള്ളം ഇത്ര വയ്ക്കുക, അരി ഇത്ര അളവിലിടുക, അത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്തെല്ലാം സ്പൈസസ് ചേർക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്ന പോലെ ചെയ്യുന്ന പോലെ ബേസിക് റെസിപ്പി ഉണ്ട്. അതിലെല്ലാം ഉൾപ്പെടും പഴയ EFT. പക്ഷെ നമ്മൾ അബൻഡൻസിൽ നമ്മൾ അതിലൊന്നും ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, അബൻഡൻസ് കോഴ്സിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, നമ്മുടെ ക്രൗൺ ചക്ര വരുന്ന പോയിന്റ്, നമ്മുടെ സോള് നമ്മിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന ഇതാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു പൊസിഷനാണ് ഇത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കരാട്ടെ ചോപ്പ് പോയിന്റ്. അതായത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചാൽ, അതിന്റെ പടം അടക്കം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ മാംസളമായ എഴുന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, കണ്ടോ? ഇവിടെ റൈറ്റ് ഓൺ ദ മിഡിൽ, ഇവിടെ ഉള്ളിലല്ല, സൈഡിലാണ്. ഓക്കെ, സൈഡിൽ ഈ പൊസിഷനിൽ കരാട്ടെ ചോപ്പ് പോയിന്റ് എന്ന് പറയും. KC എന്ന് നമ്മൾ അതിന് പറയും, KC. അപ്പോൾ നമ്മൾ EFT കുറിച്ച് ഏകദേശം നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് എന്തൊക്കെ വരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള റിമാർക്കബിൾ ഇഫക്റ്റീവ് അപ്രോച്ച് ടു ഹീലിംഗ് ഇമോഷണൽ ഡിസോർഡേഴ്സ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സിന്തസിസ് ഓഫ് ചൈനീസ് അക്യുപ്രഷർ ആൻഡ് അപ്ലൈഡ് കൈനീഷ്യോളജി. കൈനീഷ്യോളജിയും അക്യുപ്രഷറും അക്യുപങ്ക്ചറും റിലേറ്റഡ് ആണ് EFT എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുന്നു? മനസ്സിലായോ? ബിഗിനേഴ്സിൽ ഒരു 50% അതിന്റെ ഫലം കാണുന്നുണ്ട്, സക്സസ്. അതേസമയം പ്രാക്ടീസ് ചെയ്യുന്നവരിൽ 95% റിസൾട്ട് കിട്ടുന്നുണ്ട്. അതാണ് EFTയുടെ ഒരു വിജയം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി this is based on the premise that body's energy system is linked to energy circuits or meridians that run throughout the body. നമ്മുടെ ശരീരത്തിലൂടെ ഊർജം പ്രവഹിക്കുന്ന ചാനലുകളെയാണ് അക്യുപങ്ക്ചറിൽ മെറിഡിയൻ എന്ന് പറയുന്നത്. മെറിഡിയൻസ്, ഊർജം പ്രവഹിക്കുന്ന പ്രാണ ഊർജം നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ, ചാനലിനെയാണ് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് റീസ്റ്റോറിങ് ബോഡീസ് എനർജി സ്റ്റാറ്റസ്, റീസ്റ്റോർ ചെയ്യും എനർജി സ്റ്റാറ്റസ്, റീസ്റ്റോർ ചെയ്യും. ഹൗ ദിസ് ഈസ് ഡൺ? ബൈ ടാപ്പിംഗ് വിത്ത് ഫിംഗേഴ്സ് ഓൺ സർട്ടൻ അക്യുപ്രഷർ പോയിന്റ്സ് ഓൺ ദി ഫേസ്, ടോൾസോ ആൻഡ് ഹാൻഡ്. പഴയ രീതിയിൽ ഹാൻഡിലും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ EFT ഹാൻഡ് ഉപയോഗിക്കുന്നില്ല കേട്ടോ, പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഇനി അവിടെ ഇമോഷണൽ എനർജി റിലീസ് ചെയ്യാൻ പറ്റും. ഈ മെറിഡിയൻസ്, അതായത് ഇത് ശരീരത്തിലെ ഊർജത്തിന്റെ ചാനലുകളെ നിയന്ത്രിക്കുന്ന പോയിന്റിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ എനർജി പോയിന്റ്സും അവിടെ എനർജി റിലീസ് ആവും, നെഗറ്റീവ് എനർജി ബ്ലോക്കേജ് റിലീസ് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അബൻഡൻസ് വരണമെങ്കിൽ, അബൻഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ഈ 3 തലത്തിലും നമ്മളിൽ മാറ്റം ഉണ്ടാവണം. ഈ തലത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജം അഥവാ പ്രാണ ഊർജം ഒഴുകുന്ന ചാനലുകൾ അത് ക്ലിയർ ആക്കണം. ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഫോർമാറ്റ് ആണ്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്തൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ നമുക്ക് കാണാം എന്താണ് അക്യുപ്രഷർ അല്ലെങ്കിൽ അക്യുപങ്ക്ചർ ചാനലുകൾ. നോക്കുക, ഇതൊരു ചാനലാണ്, ലങ് മെറിഡിയൻ എന്ന് പറയും. ഇതൊരു ചാനലാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക, കണ്ടോ? ഇത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, കണ്ടോ? ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ചാനലാണ്. വൻകുടൽ അവിടെ ചെന്ന് അവസാനിക്കുന്ന എവിടെയാന്ന് നോക്കുക. മൂക്കിന്റെ വരയുടെ സൈഡിൽ വന്നിട്ട് മൂക്കിന്റെ ഈ 2 സൈഡിലും. പക്ഷെ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുന്നില്ല കേട്ടോ, കാണുക. സ്റ്റൊമക് ഏരിയ, ഇപ്പൊ നമ്മൾ ഇതിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഏരിയയിൽ. അത് സ്റ്റൊമക്കിലാണ് ടാപ്പ് ചെയ്യുന്നത്. അത് എത്ര ഏരിയയിലേക്കാണ് അതിന്റെ എനർജി പോകുന്നത് നോക്കൂ, കണ്ടോ? എത്ര ലെവലിലാണ് എനർജി പോകുന്നത് നോക്കൂ, എത്ര ചാനലിലൂടെ പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നോക്കൂ. ഇപ്പൊ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഇത്രയും ഏരിയ കവേർഡ് ആണ്. കണ്ടോ? നമ്മുടെ ഗ്രോയിൻ ഏരിയയിൽ വന്ന് കാലിന്റെ തുടയുടെ സൈഡിലൂടെ, മുട്ടിന്റെ ചിരട്ടയുടെ സൈഡിലൂടെ വന്ന് അത് കണ്ടോ വന്ന് അവസാനിക്കുന്നത് ഒരു വിരലിലാണ്. നോക്കുക, നടുവിരലിലാണ് നമ്മുടെ കാലിന്റെ. ഇനി സ്പ്ലീൻ മെറിഡിയൻ. ഈ സ്പ്ലീൻ അഥവാ പ്ലീഹ, ഇതിന് വലിയ പ്രാധാന്യം നമ്മുടെ ആധുനിക സയൻസിലില്ല, പക്ഷേ എനർജി സയൻസിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ കാലിലൊന്നും ടാപ്പ് ചെയ്യുന്നില്ല കേട്ടോ, ഞാനിത് അക്യുപ്രഷർ അക്യുപങ്ക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. സ്റ്റൊമക്ക് കഴിഞ്ഞു, അടുത്ത വരും സ്പ്ലീൻ. കണ്ടോ? അത് മുട്ടിന്റെ ഉള്ളിൽ, ഈ ഉൾഭാഗത്താണ് പോകുന്നത്, ഇൻഫീരിയർ പാർട്ടിലൂടെയാണ് പോകുന്നത്, ലാറ്ററൽ അല്ല. കണ്ടോ? അത് പോയിട്ട് അവസാനിക്കുന്ന എവിടെ നോക്കൂ. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ സ്പ്ലീനിനെയാണ് നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്, അണ്ടർ ആം എന്ന് പറയുന്നത് സ്പ്ലീൻ എനർജിയാണ്. ഇത് ഹാർട്ടിന്റെ മെറിഡിയൻ ആണ്, അതൊരു വിരലിൽ ചെന്ന് അവസാനിക്കും. കണ്ടോ? ചെറുവിരലിന്റെ ഉൾഭാഗം. അതുകൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, ഉള്ളിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഹൃദയത്തിലെ ടാപ്പ് ചെയ്യുന്നത്, ഇവിടെ ടാപ്പ് ചെയ്ത ഗവർണർ മെഡിയനിലായിരിക്കും. അതിന് പകരമാണ് ഗ്യാബറ്റ് പ്രൊസീജിയർ ചെയ്യുന്നത്. കണ്ടോ? കണ്ടോ? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, നമ്മുടെ അവയവങ്ങളാണെല്ലാം, അതിന്റെ എനർജി പോയിന്റ്സ് ആണ്. കണ്ടോ? 2 വശത്തെ കൂടെ പോകും. കണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കണ്ടോ? ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ അവസാനിക്കും. കണ്ടോ? കണ്ടോ?
അക്യുപങ്ക്ചറിൽ ഇവിടെയൊക്കെ സൂചി വെക്കും കേട്ടോ, നീഡിൽ വെക്കും. ദാ കണ്ണിന്റെ ഈ ഭാഗം വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്, അവിടെ ഒന്നും അങ്ങനെ സൂചി കുത്താൻ പാടില്ല എന്നാണ്. അത് പോകുന്ന പോക്ക് നോക്കിയേ, 2 ചാനലിലൂടെയാണ് പോകുന്നത്. യൂറിനൽ ബ്ലാഡർ, ഇതാണ് ഏറ്റവും വലിയ ചാനൽ, UB, യൂറിനറി ബ്ലാഡർ. കണ്ടോ? ഇനി അത് വേറെ സൈഡിൽ കൂടെയും പോകും, കാണിച്ചു തരാം. മുകളിലേക്ക് വരും വീണ്ടും. ഇത് ഇവിടെ അവസാനിച്ച അടുത്തൊരു പോയിന്റ് വേറെ ഉണ്ട്, ദാ അതിന്റെ സൈഡിൽ കൂടെ പോരും. കണ്ടോ? നേരത്തെ പോകുന്നത് ഈ V ഷേപ്പിലാണെങ്കിൽ പിന്നെ വരുന്നത് ഇങ്ങനെ 2 സൈഡിൽ കൂടെയാണ്. കണ്ടോ? കണ്ടോ? ചെറുവിരലിൽ വന്ന് നിൽക്കുകയാണ് വലതു ഭാഗം. ഇനി ഇതാ കിഡ്നി ഏരിയ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാലിന്റെ അടിയിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ തല തിരിഞ്ഞ് ഇങ്ങനെ വരും, ഇങ്ങനെ പോകാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഏതെല്ലാം തലത്തിലാണ് ആ എനർജി പോകുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാട്ടോ അത് കാണിക്കുന്നത്. ശരിക്കും ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് ചെന്ന് അവസാനിക്കുന്നത് പെരിനിയം ഭാഗത്താണ്, പിന്നെ മേലോട്ട് പോകും. കണ്ടോ? ഈ ചാനൽ മേലോട്ട് പോകും, ചെന്ന് അവസാനിക്കുന്നു. കണ്ടോ? ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ചാനൽ നമ്മൾ ടാപ്പ് ചെയ്തു, എത്ര പോയിന്റിൽ ടാപ്പ് ചെയ്തു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. ഇത് പെരിക്കാർഡിയം, ഹൃദയത്തെ ചുറ്റുന്ന ആവരണമാണ് പെരിക്കാർഡിയം, അതിന്റെയാണ്. നടുവിരലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ചാനലാണ്. സാൻജിയാവോ അഥവാ ഗവർണർ മെഡിയൻ എന്ന് പറയും. വളരെ എനർജി പ്രവഹിക്കുന്ന ഒരു മേഖലയാണ്. പല പ്രശ്നങ്ങൾക്ക് ഇവിടെ സൂചി കുത്താറുണ്ട് ഈ പോയിന്റുകൾ. കണ്ടോ? നമ്മൾ പുരികത്തിന്റെ സൈഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഇതാണ് ഗവർണർ മെഡിയൻ ആണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. കണ്ടോ? ഇനി ഗോൾ ബ്ലാഡർ കണ്ടോ? ഈ കണ്ണിന്റെ സൈഡിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഗോൾ ബ്ലാഡറിലാണ് ടാപ്പ് ചെയ്യുന്നത്. ഗോൾ ബ്ലാഡർ നീണ്ടൊരു ചാനലാണ്, അനേകം പോയിന്റ് ഉണ്ട് അവിടെ. കണ്ടോ? 2 സൈഡിൽ നിന്നും നെറ്റിയിൽ നിന്ന് പോയി താഴോട്ട് തലയ്ക്ക് പുറകിലൂടെ പോയി തോളിലൂടെ കടന്ന് മുന്നിലോട്ട് വന്ന്, കണ്ടോ? കക്ഷത്തിന്റെ ഭാഗത്ത് വരുന്ന ആ ആംപിറ്റ്. അപ്പൊ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഗാൾ ബ്ലാഡറും അതുപോലെ തന്നെ സ്പ്ലീനും ടാപ്പ് ചെയ്യുന്നുണ്ട്, അണ്ടർ ആം. ലിവർ ചാനൽ തള്ളവിരലിന്റെ ഇടത് ഭാഗത്ത് കൂടെ ചെന്നിട്ടാണ് പോകുന്നത്. കാലിന്റെ ചിലത് തുടങ്ങുന്നത് ഇവിടെയൊക്കെ ആണെങ്കിൽ ചിലത് തുടങ്ങുന്നത് കാലിൽ നിന്ന് ഇങ്ങോട്ട് മേലോട്ടാണ്, ചിലത് താഴോട്ടും ചിലത് മേലോട്ടുമാണ്. ഇത്രയൊന്നും വിശദമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്. അക്യുപങ്ചർ ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ പോയിന്റിൽ കുത്തിയാൽ ലിവറിലാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ റൂട്ട് ഓഫ് EFT ഞാൻ പറഞ്ഞു, ഡോക്ടർ റോജർ കലഹനാണ് TFT കൊണ്ടുവന്നത്, തോട്ട് ഫീൽഡ് തെറാപ്പി അല്ലെങ്കിൽ തോട്ട് ഫോഴ്സ് തെറാപ്പി എന്നും പറയും. ഗാരി ക്രൈഗ് ഇതിനെ സ്റ്റാൻഫോർഡിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഹു സ്റ്റഡീഡ് വിത്ത് ഡോക്ടർ കലഹൻ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു. എക്സ്റ്റെൻഡഡ് ദ കൺസെപ്റ്റ് ബൈ ഡിവൈസിങ് എ സെറ്റ് ഓഫ് ഓൾ പർപ്പസ് ടാപ്പിംഗ് പോയിന്റ്സ്. എല്ലാ പർപ്പസിനും ടാപ്പ് ചെയ്യാവുന്ന സെലക്ടഡ് പോയിന്റ്സ് എടുത്തിട്ട് EFTയെ ക്രോഡീകരിച്ചത് ആരാണ്? ഗാരി ക്രൈഗ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. അവരുടെ ഭാര്യ കൂടെ നിൽക്കുകയാണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോ എപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം?
കണ്ടോ, അലർജി, ആൻസൈറ്റി, അഡിക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നം, ഫുഡ് കൂടുതൽ കഴിക്കുക, ബിഞ്ച് ഈറ്റിംഗ്, അങ്ങനെയുള്ള ആൽക്കഹോൾ, ഡ്രഗ്സ്, ആങ്കർ, കമ്പൽസീവ് ആയിട്ടുള്ള ഡിസോർഡർ. അതായത് കമ്പൽസീവ് ഡിസോർഡർ നമുക്കിത് ഉപയോഗിക്കാം തെറാപ്പി മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ UFT പഠിക്കുന്നത്, പക്ഷേ തെറാപ്പി മോഡിലുള്ള നമ്മുടെ പ്രാക്ടീഷണർ കോഴ്സും മാസ്റ്റർ പ്രാക്ടീഷണർ കോഴ്സും കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാം. ഡിസ്ലെക്സിയ, കണ്ടോ, പഠന വൈകല്യം, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ്. എൻഹാൻസിങ് സെൽഫ് ഇമേജ്, ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യും. സെൽഫ് ഇമേജ് നമ്മളിവിടെ ടാപ്പ് ചെയ്യും. കാരണം നമ്മുടെ സെൽഫ് ഇമേജ് മാറിയാൽ മാത്രമേ നമ്മളുടെ സാമ്പത്തിക നില മാറുള്ളൂ. പിന്നെ ഫിയേഴ്സ് ആൻഡ് ഫോബിയാസ്, ഫോബിയകൾ, പേടികൾ, ഗ്രീഫ്, ഗിൽട്ട്, എപ്പോഴും ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന വികാരം, ഏതു നേരവും സങ്കടം, നഷ്ടം വന്ന ഭാവം, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, നെഗറ്റീവ് മെമ്മറീസ്, പെയിൻ ആൻഡ് സിംറ്റംസ് മാനേജ്മെന്റ്, ഫിസിക്കൽ ഹീലിംഗ്, എൻഹാൻസിങ് പീക്ക് പെർഫോമൻസ്. സ്പോർട്സിൽ ടാപ്പ് ചെയ്തിട്ട് പീക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് ആൾക്കാരെ കൊണ്ട്, വളരെ എഫക്റ്റീവാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, കണ്ടോ, ഇതിന് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ. സെക്ഷൽ അബ്യൂസ് ഇഷ്യൂസ്, റിലീഫ് ഓഫ് പെയിൻ, മൈഗ്രെയിൻ, ആർത്രൈറ്റിസ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് ഇവിടെ പറയുകയാണ്. ഇനി ഇതിന്റെ പ്രോസസ്സ് കാര്യങ്ങളാണ് നമ്മൾ പോകേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ചില ഇത് കണ്ടു, ഇതാണ് എനർജി മെറിഡിയൻസ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പൊ നമ്മൾ ഗാമറ്റ് പോയിന്റിൽ ട്രിപ്പിൾ വാർമർ എന്ന് പറഞ്ഞിട്ടൊരു മെറിഡിയനാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഗാമറ്റ് പോയിന്റിൽ നമ്മളിപ്പോ ഇവിടെ EFTയിൽ വരുന്നില്ല. 9 പ്രൊസീജിയർ ഉണ്ട് ഗാമറ്റ് പ്രൊസീജിയർ അത് ചെയ്യാനായിട്ട്. ഗാമറ്റ് പ്രൊസീജിയർ, പിന്നെ കരാട്ടെ ചോ പോയിന്റ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. കരാട്ടെ ചോ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതെല്ലാം പിന്നീടാണ് വരുന്നത്. ഞാനത് ഇപ്പൊ വിശദമായിട്ട് പറയുന്നില്ല. അബൻഡൻസിൽ ഇവിടെ ടാപ്പ് ചെയ്യുന്നില്ല. ഇതെല്ലാം ടാപ്പ് ചെയ്യുന്ന ഏരിയകളാണ്. കേട്ടോ, കരാട്ടെ ചോ പോയിന്റ്. പിന്നെ നമ്മൾ മിഡിൽ ഫിംഗർ ഒഴിച്ച്, റിംഗ് ഫിംഗർ ഒഴിച്ച് ബാക്കി എല്ലാ ഫിംഗറിന്റെയും ഈ ഭാഗം ടാപ്പ് ചെയ്യും നമ്മൾ, ഈ ഭാഗം. അത് അബൻഡൻസിൽ വരുന്നില്ല, പക്ഷെ പറയുന്നുള്ളൂ. ഇതാണ് ടാപ്പിംഗ് പോയിന്റുകൾ. ഇതാണ് EFT ടാപ്പിംഗ്. അത് വിശദമായിട്ട് പറയാം കേട്ടോ, ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഇത് യൂസ് ചെയ്തപ്പോ കോർട്ടിസോൾ കണ്ടോ, നമ്മുടെ നെഗറ്റീവ് ഹോർമോൺ കോർട്ടിസോൾ, സ്ട്രെസ്സിന്റെ ഹോർമോൺ 37% കുറഞ്ഞതായിട്ട് സൈക്കോളജിക്കൽ സ്റ്റഡി നടത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. കണ്ടോ, മൈൻഡ് ഹാർട്ട് കണക്റ്റഡ്, ഇതിന്റെ ഒരു സ്റ്റഡീസ് ആണ്, ജേണൽ ഓഫ് എവിഡൻസ് ബേസ്ഡ് ഓൺ ഇന്റർഗ്രേറ്റീവ് മെഡിസിൻ. കണ്ടോ, ഓൾട്ടർനേറ്റീവ് തെറാപ്പി ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഹാപ്പിനെസ് കൂടി, കണ്ടോ, 31%, 40% ആൻസൈറ്റി കുറഞ്ഞു. കണ്ടോ, ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ അത് 100%ലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇത്രയും ആഴത്തിലുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാണ് ടോപ്പ് ഓഫ് ദ ഹെഡ്, ഐബ്രോ പോയിന്റ്, സൈഡ് ഓഫ് ദി ഐ, അണ്ടർ ഐ, ഇങ്ങനെ പല പോയിന്റുകളിൽ, അണ്ടർ ദി നോസ്, അണ്ടർ ദി നോസ്, പിന്നെ സൈഡ് ഓഫ് ദി ഐ, കണ്ടോ, സൈഡ് ഓഫ് ദി ഐ, അണ്ടർ ഐ പോയിന്റ്, അണ്ടർ നോസ്, ചിൻ പോയിന്റ്, കോളർ ബോൺ, അണ്ടർ ആം. ഈ പോയിന്റുകളിലൊക്കെയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഈ പോയിന്റുകളാണ് മെയിൻ പോയിന്റുകൾ നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോപ്പ് ഓഫ് ദി ഹെഡിൽ ഗവേണിംഗ് ആൻഡ് ബ്ലാഡർ മെറിഡിയൻ ആണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ടോപ്പ് ഓഫ് ദി ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മറ്റുള്ള എല്ലാ ചാനലുകളെയും നിയന്ത്രിക്കുന്ന ഒരു ചാനലാണ് ടോപ്പ് ഓഫ് ദി ഹെഡ് എന്ന് പറയുന്നത്. ക്രൗൺ പോയിന്റ് എന്നും പറയും. ഐബ്രോ, ബ്ലാഡർ ആൻഡ് സ്റ്റൊമക്. ഐബ്രോ, ഈ ഐബ്രോയുടെ സൈഡിൽ ബ്ലാഡർ ആൻഡ് സ്റ്റൊമക് പോയിന്റ് ആണ്. ഇനി സൈഡ് ഓഫ് ദി ഐ, ഈ സൈഡ് ഓഫ് ദി ഐ, സോറി, ഇവിടെ ഐബ്രോ പോയിന്റ്, ഇവിടെ ബ്ലാഡർ ആൻഡ് സ്റ്റൊമക് ഇവിടെ വരുന്നുണ്ട്. സൈഡ് ഓഫ് ദി ഐ, ഗോൾ ബ്ലാഡർ, ട്രിപ്പിൾ വാർമർ, സ്മോൾ ഇൻഡസ്റ്റൈൻ, ഇതെല്ലാം ഇതിൽ വരും. അണ്ടർ ഐ വരുമ്പോൾ സ്റ്റൊമക് മെറിഡിയൻ ആണ്, സ്റ്റൊമക് ഏരിയ, അതിന്റെ മെറിഡിയൻ ആ പോയിന്റുകൾ. പിന്നെ അണ്ടർ നോസ്, ഗവേണിംഗ് വെസൽ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഇനി ചിൻ പോയിന്റ്, ഇതിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് വരുന്നുണ്ട്, കൺസെപ്ഷൻ വെസൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റൊമക്ക് അവിടെ വരുന്നുണ്ട്, 2 പോയിന്റ് അവിടെ വരുന്നുണ്ട്. കോളർ ബോൺ, ഇവിടെ ഈ എഴുന്നേൽക്കുന്ന ഈ ഭാഗത്തിന്റെ അടിയിൽ ഇവിടെ കിഡ്നി മെറിഡിയൻ ആണ് ടാപ്പ് ചെയ്യുന്നത്. ഇനി അണ്ടർ ആം, സ്പ്ലീൻ ആണ് ടാപ്പ് ചെയ്യുന്നത്. ക്രൗൺ, ഹെഡ് പോയിന്റ്, ബ്ലാഡർ മെറിഡിയൻ. അഗെയിൻ ഇത്രയും പോയിന്റുകളിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മളുടെ എനർജി പ്രവഹിക്കുന്ന ചാനലുകളെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ സെലക്ട് ചെയ്ത്, അതാണ് ഈ നമ്മുടെ ഗാരി ക്രേഗ് ചെയ്ത ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം. ഇതിനെ ചുരുക്കി കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇതിൽ റിസർച്ച് ചെയ്തിട്ട് അക്യുപങ്ക്ചറിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഒരു പുതിയ തെറാപ്പി മെത്തേഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടി ടാപ്പിംഗ് പോയിന്റ്സ് വ്യത്യാസങ്ങൾ വരും. അക്യുപ്രഷറിൽ നിന്നും അക്യുപങ്ക്ചറിൽ നിന്നും ഒക്കെ എടുത്തിട്ട് പുതിയൊരു ടാപ്പിംഗ് മെത്തേഡ് വരുന്നുണ്ട്. അതിന്റെ ഒരു ബുക്കും ഉടനെ തന്നെ നമ്മൾ അടുത്ത വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആമസോണിലൊക്കെ ലഭ്യമാവും.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കയ്യിൽ ടാപ്പ് ചെയ്യുമ്പോൾ തമ്പിൽ, ഈ തമ്പിന്റെ ഇവിടെ ലങ് മെറിഡിയൻ ആണ്, ഇൻഡെക്സ് ഫിംഗർ ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറിഡിയൻ കിഡ്നി, മിഡിൽ ഫിംഗർ സർക്കുലേഷൻ പെരികാർഡിയം മെറിഡിയൻ, റിംഗ് ഫിംഗർ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവിടെ ട്രിപ്പിൾ വാർമർ മെറിഡിയൻ ഉണ്ട്, പക്ഷെ അത് ഇവിടെയാണ് ടാപ്പ് ചെയ്യുന്നത്, ഇവിടെയല്ല. ഇവിടെ ടാപ്പ് ചെയ്ത ഹാർട്ടാണ്. അപ്പോൾ ലിറ്റിൽ ഫിംഗറിൽ ഹാർട്ട് മെറിഡിയൻ ഉണ്ട് ഓൾറെഡി, അതുകൊണ്ട് അവിടെ ടാപ്പ് ചെയ്താൽ മതി. ഇമോഷനെ ടാപ്പ് ചെയ്യുന്നത് ഹാർട്ട് മെറിഡിയനിലാണ്. സൈഡ് ഓഫ് ദി ഹാൻഡ് ഇവിടെ കരാട്ടെ ചോ പോയിന്റ്, പിന്നെ റിസ്റ്റിൽ ഒരു പോയിന്റ് വരുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കേണ്ട, ഇതിനകത്ത് വരുന്നതല്ല, ഞാനത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റുകളിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഇനി വിശദമായിട്ട് വരുന്നുണ്ട്, നമ്മളത് വരുന്നത് പഠിപ്പിക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വേർ ആം ഐ സ്റ്റാൻഡിങ് റൈറ്റ് നൗ? എവിടെയാണ് ഞാൻ നിലനിൽക്കുന്നത്? എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ഇപ്പോൾ എൻ്റെ നില എന്താണ്? അപ്പോൾ നിങ്ങളുടെ നെറ്റ് അസറ്റ് അവിടെ എഴുതി വെക്കണം. എന്നെ വിറ്റ ഇപ്പം എന്ത് കിട്ടും? അതാണ് എൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്നെ വിറ്റ് കഴിഞ്ഞാൽ, എൻ്റെ സ്ഥാപന ജംബങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? അതാണ് നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ. നമ്മളെ തന്നെ സ്വയം ഒന്ന് പഠിക്കുകയാണ്. എഴുതി വെച്ചോളൂ. വേർ ആം ഐ സ്റ്റാൻഡിങ് റൈറ്റ് നൗ? ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു? കാരണം ഗോൾ സെറ്റ് ചെയ്താതെ പോയിട്ട് ഒരു കാര്യമില്ല. കാർഡ് അടച്ച് വെടിവെക്കാന്ന് മാത്രമേ ഉള്ളൂ, ടാപ്പിംഗ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ഫ്രം ദി മൈക്രോ ലെവലിൽ നമ്മൾ പോകുന്നത്. അതാണ് എൻ്റെ കോഴ്സ് ചെയ്യുമ്പോഴുള്ള ഗുണം. മൈക്രോ ലെവലിൽ നിങ്ങൾ കടന്നിട്ട് ഇനി നമ്മുടെ ഏണിംഗ് എത്രയാണ്? വാർഷിക വരുമാനം എത്രയാണ്? മൈ മന്ത്ലി ഇൻകം ആൻഡ് ഇയർലി ഇൻകം. അതായത് ഫോർ എക്സാമ്പിൾ 1 lakh to 2 lakhs ആണെങ്കിൽ അത് എഴുതാം, 1 crores to 2 crores ആണെങ്കിൽ അത് എഴുതാം. നമ്മളുടെ മന്ത്ലി ഇൻകം, പിന്നെ ഇയർലി ഇൻകം, വാർഷിക വരുമാനം, എൻ്റെ വാർഷിക വരുമാനം എഴുതി വെക്കുക. എഴുതി വെച്ചോളൂ ഷേസാദ് കേട്ടോ. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ഭയങ്കര പ്രയോജനമുള്ളൊരു കാര്യമാണ് ഞാനെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്താണ്? അത് നെറ്റ് അസറ്റ് വാല്യൂ, മൈ നെറ്റ് അസറ്റ് വാല്യൂ ഈക്വൽസ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളാകെ ഇപ്പം നിങ്ങളുടെ വീട്, സ്ഥാപന ജംഗമങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2.5 കോടി ഉണ്ടെന്ന് വിചാരിക്കുക, മൈനസ് നിങ്ങളെടുത്ത 10 ലക്ഷം രൂപ കടം, നിങ്ങളെടുത്ത അടയ്ക്കാനുള്ള പ്രീമിയം, ഇൻഷുറൻസിൻ്റെ പ്രീമിയം, നിങ്ങൾ അടയ്ക്കാനുള്ള EMI, ഇതെല്ലാം അത് ഇത് മൈനസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ നെറ്റ് ഇൻകം കിട്ടും. കാരണം ഈ ഒരു ധാരണയില്ലാതെ പോയാൽ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. കാരണം എനിക്കറിയാം ഇതിൽ പലരും ബിസിനസ്സുകാരാണ്. ഞാൻ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ ഫഹദിനാണെങ്കിൽ ഞാൻ നെറ്റ് ഈ ഇതിലൂടെ ഐ മീൻ നമ്മളെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കളിച്ചിട്ട് നമ്മൾ എത്ര നേടുന്നുണ്ട്, അതാണ് നേടേണ്ടത്. അതപ്പോൾ ആവറേജ് ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടുന്നത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആണെങ്കിൽ അപ് ടു 1 lakh to 2 lakhs എന്ന് എഴുതാം. ചിലപ്പോൾ 1 ആവാം, 1.5 ആവാം, അങ്ങനെയൊക്കെ ആവാം. ഒരു മാസം എത്ര കിട്ടുന്നു, ഒരു വർഷം എത്ര കിട്ടുന്നു. ഇനി അബൻഡൻസ് അല്ലേ നമുക്ക് വേണ്ടേ? നമുക്ക് വ്യക്തമായ ധാരണ വേണം. വേർ ഡു ഐ വാണ്ട് ടു റീച്ച്? ഞാൻ എവിടെ എത്തണം? എൻ്റെ ഫ്യൂച്ചർ ഇൻകം. ഫോർ എക്സാമ്പിൾ നല്ല സമയമാണ് നിങ്ങൾ ഈ ബാച്ച്, നമ്മൾ ഈ വർഷം അവസാനിക്കുകയാണ്. 2024 ഈസ് ഗോയിങ് ടു കം. 2024 ദിവ്യ ആരായിരിക്കും? ഷഹസാദ് ആരായിരിക്കും? ഹിബ്രത്തുള്ള ആരായിരിക്കും? നിഖില ആരായിരിക്കും? ബിമല ഡോക്ടർ ആരായിരിക്കും? കാർത്തിക, ഫഹദ്, ഷെഹനാസ്. പേരെഴുതുക. ഷെഹനാസ് എന്ന ഞാൻ. മൈ നെയിം ഈസ് ഷെഹനാസ്, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഫഹദ്. ഫഹദ് 2024 ഡിസംബർ 18 എവിടെയായിരിക്കും? ഒരു വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യുക. 18 ഡിസംബർ 2024 2024 ഞാൻ എവിടെയായിരിക്കും? ഇനി ഒരു വർഷത്തെ ഗോളായി. 2025 എൻ്റെ ഇൻകം എന്തായിരിക്കണം? വാട്ട് യു വിഷ്? എന്താണ് ഞാൻ വിഷ് ചെയ്യുന്നത്? എൻ്റെ ഇൻകം എന്താണ്? എഴുതി വെക്കുക. 2025 ഒരു 5 വർഷത്തെങ്കിലും ഇപ്പൊ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 2024 ഡിസംബർ 30 കഴിയുമ്പോൾ 2 crores ആണ് ഞാൻ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, അയ്യോ ഈ മനുഷ്യൻ 3500 രൂപയ്ക്ക് വെച്ച് ചാർജ് ചെയ്തിട്ട് ആകപ്പാടെ 17 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, ബിനോയ് ജോൺ സാറ് നടത്തുന്ന കോഴ്സ്. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കൽ എന്നോട് ചോദിച്ചാ, എന്റെ അക്കൗണ്ട് ബുക്ക് പുള്ളി തന്നെ കാൽക്കുലേറ്റർ പറയാം, നോക്കിക്കോളാം, 3500 ചിലർ 3500 കൂട്ടാം, 3500 വെച്ച് ഇയാള് 17 പേര് ജോയിൻ ചെയ്തു. അയ്യോ സോറി, 3500 ഞാൻ പെട്ടെന്ന് 35,000 അടച്ചു, വലിയൊരു എമൗണ്ട് ആയി പോകും. ഇതാ 59,500 രൂപ ഒറ്റ കോഴ്സിൽ നിന്നാണ്. ഗോട്ട് മൈ പോയിന്റ്? ദിവ്യ അവിടെ ഊതി വീർപ്പിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചിരി വരുന്നു, വളരെ ക്യൂട്ടായിരുന്നത്. ഓക്കെ, അപ്പോ 59,500 ഒരു ബാച്ചിൽ നിന്ന് സമ്പാദിക്കുന്നു. വേറൊരു ബാച്ചിൽ ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 1,50,000 ആയിരിക്കും. ഇനി എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. കൺസൾട്ടേഷനിൽ 1,000 rupees ആൻഡ് എബോവ് ആണ് വരുന്നത് കൺസൾട്ടേഷൻ. അത് 10,000 വരെ കൺസൾട്ടേഷൻ ഫീസ് എനിക്ക് തന്ന ആൾക്കാരുണ്ട്. കാരണം അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് അവരെ മോചിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു സൈക്കിക് എബിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട്. മറ്റുള്ളവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നൊരു വ്യക്തി വന്നു, ഭാര്യ മരിച്ചു, തീ കൊളുത്തി മരിച്ചു 4 വർഷം മുമ്പ്. എല്ലാ വർഷവും ഭാര്യ മരിക്കുന്ന ദിവസം ആകുമ്പോൾ ഇയാൾക്ക് ഭ്രാന്തളകും. പരിഹരിച്ചു വിട്ടു. ചെറിയ ഫാമിലിയാണ്, 500 രൂപ ഞാൻ മേടിച്ചോളൂ, പക്ഷെ കാശുള്ളവൻ്റെ ഞാൻ കാശ് മേടിച്ചിരിക്കും. കാരണം അതെന്റെ സർവീസ്, അതൊരു ഡിവൈൻ സർവീസാണ്. പക്ഷേ ഇത് ഒരു പണക്കാരനാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ചാർജ് 10,000. അത് വേറെ. അതായത് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കണം എന്നൊരു തീരുമാനം നമ്മൾ ഈ വർഷം എടുക്കുക. ഫഹദ് അപ്പോ പ്ലാൻ എ ഉണ്ടെങ്കിൽ പ്ലാൻ ബിയും കൂടി തയ്യാറാക്കി വെക്കുക. ഇൻ കേസ് 2024 സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നാൽ ഞാൻ എങ്ങനെ നിലനിൽക്കും? ചിന്തിച്ചിട്ടുണ്ടോ ഫഹദ്? ഒരു പ്ലാൻ ബി എഴുതി വെക്കുക. വാട്ട് വുഡ് ബി മൈ പ്ലാൻ ബി if the entire stock market crashes? എന്തായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നാൽ, അല്ലെങ്കിൽ വേൾഡിന്റെ ഇക്കണോമിക് ലെവല് വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോയാൽ ഞാൻ എങ്ങനെ നിലനിൽക്കും? പ്രിപ്പയർ എ പ്ലാൻ ബി. ഇതൊരു വെൽത്ത് മാസ്റ്ററി ക്ലാസ്സും കൂടി ആട്ടോ, വെറും EFT പാറ്റൻസ് മാത്രമല്ല. അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞാണ്. വാല്യൂ ഫോർ മണി എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കും, അത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അത് പ്രിപ്പയർ ചെയ്തോ. ഇനി 5 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? 5 വർഷം കഴിയുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി, ഇപ്പോഴത്തെ വണ്ടി എഴുതി വെക്കുക. ദ കറന്റ് വെഹിക്കിൾ ഐ ആം യൂസിങ് റൈറ്റ് നൗ. സ്വിഫ്റ്റ് ആണെങ്കിൽ സ്വിഫ്റ്റ്, അല്ലെങ്കിൽ ഹോണ്ടയുടെ ഏതെങ്കിലും, അമേസ് ആണെങ്കിൽ അമേസ്, ട്രൈബർ ആണെങ്കിൽ ട്രൈബർ, റെനോൾട്ടിന്റെ, മാഗ്നൈറ്റ് ആണെങ്കിൽ മാഗ്നൈറ്റ് എഴുതി വെക്കുക. അടുത്ത വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എൻ്റെ വാഹനം എന്തായിരിക്കും? അല്ലാതെ അടുത്ത മാസമല്ല കേട്ടോ. We should be specific enough to setting the goal. നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് മേക്ക് സം സെൻസ്. ഫോർ എക്സാമ്പിൾ, മാരുതി 800 സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാനൊരു ലൈവ് എക്സാമ്പിൾ പറയാം, ഒരു കേസ് സ്റ്റഡി. അയാൾ പറയാണ്, 2 മാസം കഴിയുമ്പോഴേക്കും ഞാൻ BMW, അതായത് അതിന്റെ വില എത്രയെന്നറിയോ? 55 lakhs ആണ്. ടാക്സും കൂടി വരുമ്പോൾ അതും കൂടി വരും, ഒരു 60 lakhs എന്ന് വെച്ചോ. BMW ഞാൻ എടുക്കും. ഇവനെ പോലെ വേറൊരു മണ്ടൻ ഈ ലോകത്തുണ്ടോ? പറ്റും. ബുദ്ധി ഉപയോഗിക്കുമ്പോ ഒരു ലോട്ടറി അടിച്ചാൽ നടക്കും. പക്ഷേ ലോട്ടറിയുടെ പ്രോബബിലിറ്റി എത്രത്തോളമാണ്? നടക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അപ്പൊ കുറിപ്പിന്റെ ഉറപ്പല്ല വേണ്ടത്, ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ, ഒരു 1 lakh അങ്ങ് മുടക്കി എക്സ്പേർട്ടായിട്ട് ഹൈ ടിക്കറ്റ് സെയിൽസും ഒക്കെ ചെയ്യുന്ന ഒരാളെ ഞാൻ മെന്ററായിട്ട് എടുത്തു. എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ അയാൾക്കറിയാം. ഡിഗ്രി ഡ്രോപ്പ് ഔട്ടാണ് അവൻ. ബട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചു തരാം, 846 പേര് ഇൻറ്റു 6,667 രൂപ അവൻ ചാർജ് ചെയ്തപ്പോൾ ലൈവായിട്ട് ഞാൻ കണ്ടു. വാട്സപ്പ് ഗ്രൂപ്പിൽ 846 പേരാണ് 6,667 രൂപ മുടക്കിയത്. ഫഹദെ കാൽക്കുലേറ്റ് ചെയ്തേ, 56,40,40,282 രൂപ വിത്തിൻ 1 month. മാർക്കറ്റിംഗ് 2-3 വീക്സ്. 4th വീക്കിൽ ഡിസംബറിൽ മിഡിലിൽ അവൻ ഒരു തട്ട് തട്ടി
ഒരു 199 രൂപയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ അവൻ കൊണ്ടുപോയത് 6000 ചില്ലാൻ രൂപയുടെ കോഴ്സിലേക്ക്. പിന്നെ അവൻ ഡയറക്റ്റ് എത്ര ചാർജ് ചെയ്യുന്നതെന്ന് അറിയോ? അവൻ സെലക്ട് ചെയ്യും ഇയാളേക്ക് ഇതുപോലെ രംഗത്ത് ഇറക്കാൻ പറ്റുമോ. അപ്പോൾ ഒരു ആമസോൺ ബെസ്റ്റ് സെല്ലർ ഒരു ഓതറാണ് ഞാൻ. അങ്ങനെ എൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ ഇന്റർവ്യൂ നടത്തി. ഓക്കെ, യു ഹാവ് ബീൻ സെലക്ടഡ്. സർ, ആർ യു റെഡി ടു ഇൻവെസ്റ്റ് ചോദിച്ചു. ഞാൻ കണ്ണും പൂട്ടി പറഞ്ഞു, യെസ്, ഇഫ് യു ക്യാൻ ഗെറ്റ് 50 lakhs ആൻഡ് എബോവ് വിത്തിൻ 1 program itself. 3 ദിവസത്തെ പ്രോഗ്രാം, 3 മണിക്കൂർ 4 മണിക്കൂറുള്ള. ഈവനിങ് 7 o'clock ഇവൻ ആരംഭിക്കും. കണ്ടിന്യൂസ്ലി 10:30-11 മണി വരെ ക്ലാസ്സാണ്. പക്ഷെ ആ എടുത്ത എഫേർട്ടിന് അവന് എന്നെ പോലെ വീണ്ടും കിട്ടി കുറെ പേര്. ആദ്യത്തെ കോഴ്സിൽ 900 ചില്ലാൻ പേരായിരുന്നു. അത് എത്രയെന്നറിയോ? 199 into 900, 1,79,100 രൂപ. വെറും 199 രൂപയ്ക്ക് അവൻ കോഴ്സ് നടത്തിയപ്പോ ആ ബാച്ചിൽ 900 എബോവ് ഉണ്ടായിരുന്നു. ഞാൻ 900 വെച്ച് കൂട്ടുകയാണ്. അവൻ ഉണ്ടാക്കിയത് 1,79,100 രൂപ. ഫഹദെ, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കളിച്ചാലാണ് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റും? എത്ര നേരം കണ്ണും വീഴ്ചിരിക്കണം ഓരോ ഫിഗർ മാറുമ്പോഴും, അല്ലേ? പച്ച നിറത്തിൽ ചുവന്ന നിറത്തിലൊക്കെ ആവുന്നെങ്ങനെ, അയ്യോ ദൈവമേ പടച്ചോനെ ഞാനിട്ട കാശ് എന്ന് പറയുന്നതിന് പകരം ഈവൻ ഓൾറെഡി ഹി ഹാഡ് മെയ്ഡ് ഇറ്റ്. അങ്ങനെയുള്ളവരുണ്ട്. ഈവൻ ഡ്രോപ്പ് ഔട്ടാ. പക്ഷെ അവൻ പറയുന്നുണ്ട് ഒരു മില്യണറായിട്ട് അവന് ഒരു അവസരം കിട്ടി. ഒരു 4-seater കാറ്, അതായത് നമ്മുടെ ഹൈ പ്രീമിയം ലെവലിലുള്ള ഒരു കാറ്. ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. ഇവനോട് ചോദിച്ചു, നിനക്ക് എന്താണോന്ന് ചോദിച്ചു. സർ, ഐ വോണ്ട് ടു മേക്ക് 10x ദാൻ യു. അയാൾ മൾട്ടി മില്യണറാ എന്ന് ഇവൻ 16ാമത്തെ വയസ്സിൽ പറഞ്ഞപ്പോൾ 16ാമത്തെ വയസ്സിൽ അവനെ ആ കാറിൽ കയറ്റിയിരുത്തി ഒരു യാത്ര പോവാണ് ഒരു വില്ലേജിലേക്ക്. ഇയാള് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാളാണ്. ആ വില്ലേജിലേക്ക് പോകുമ്പോൾ അവന് 30 ലോസ് പഠിപ്പിച്ചു കൊടുത്തു. അത് ഇയാൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, എത്ര എംപ്ലോയീസിനെ എങ്ങനെ വെക്കണം. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇന്ന് കൃത്യമായിട്ട് കലണ്ടറിൽ ബുക്ക് ചെയ്തിട്ട് ബാംഗ്ലൂരുള്ള ഒരു ലേഡി ഇവന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്, എന്നെ ഗൈഡ് ചെയ്യുന്ന കോച്ചായിട്ട്. എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആയി. ഹീസ് ഓൾസോ വെരി സ്പിരിച്വൽ. ദിവ്യ വന്ന പോലെ ഹീസ് ഓൾസോ വെരി സ്പിരിച്വൽ. ഷീസ്. അപ്പോൾ ക്രിയായോഗ ദീക്ഷ എടുത്ത കാര്യമൊക്കെ റെക്കോർഡിംഗ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര അടുപ്പമായി. ഡെഫിനറ്റ്ലി ഷീ വിൽ കോൾ മീ അഗെയിൻ. വി വിൽ ഹാവ് എ വെരി ഗുഡ് റാപ്പോ ആൻഡ് ഓൾറെഡി ക്രിയേറ്റഡ് ദാറ്റ് റാപ്പോ. ഇനി അടുത്ത ആളെ എന്നെ വിളിക്കുകയാണ്. അവന്റെ ടീമിൽ ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ വിളിക്കാനായിട്ട്. സർ, കലണ്ടറിൽ ബുക്ക് ചെയ്യൂ. അത് ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്, ഓൺലൈൻ. ബുക്ക് ചെയ്യൂ, നാളെ നമുക്ക് സംസാരിക്കാം. അടുത്ത ലെവൽ. അവന്റെ ടീം 10ഓളം ആൾക്കാരുണ്ട്. നമുക്ക് ചുറ്റും നിന്നിട്ട് പറയാണ്, സാർ ഇന്നത് ചെയ്യണം. എന്നോട് അവൾ പറഞ്ഞത്, സാർ തന്നിട്ടുള്ള ആ വീഡിയോ റെക്കോർഡഡ് വീഡിയോ ആണ്, പലരും കാണാറില്ല. 1 week ടേക്ക് യുവർ ടൈം. 12 week ആണ് എല്ലാം കണ്ടു തീർക്കാൻ തരുന്നത്. ആ 1 weekനുള്ളിൽ സാർ തീർത്തിട്ട് എന്നെ വിളിക്കൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ പറഞ്ഞു തരാം. വിജയിച്ച ഒരാളെ ഫോളോ ചെയ്യുന്നതാണോ? ഇതൊക്കെ എനിക്കറിയാം, ഞാനെന്തിനാ 1 ലക്ഷം മുടക്കുന്നതെന്ന് പറഞ്ഞിട്ടിരുന്നാ എനിക്കിത് സാധിക്കുമോ? ഐ എം ടെല്ലിങ് യു ദ റിയൽ ട്രൂത്ത്. ഹൗ എ ഡിജിറ്റൽ കോച്ച് ക്യാൻ മേക്ക് മണി ലൈക്ക് എനിത്തിങ്. ദേവ് ഗഡ്വി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. നിങ്ങൾ കണ്ടു കാണാം ഒരുപക്ഷെ. യൂട്യൂബിൽ നിങ്ങൾ ഡിജിറ്റൽ കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിച്ച അപ്പം അവനെ കാണും. അതുപോലെയാണ് അവൻ ആ മാർക്കറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു യൂട്യൂബ് ആഡാണ്. അവൻ ഒരു ഫെറാറി കാർ വരും. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കും, സർ, ഹൗ ഡിഡ് യു ഏൺ ഓൾ ദിസ് മണി? ആർ യു എ മൾട്ടി മില്യണർ? അപ്പൊ അവൻ ചുവന്ന നിറത്തിലുള്ള വളവള മിന്നുന്ന കോട്ടൊക്കെ ഇട്ടിട്ട് പറയാണ്, ഞാൻ ഒരു ട്രക്ക് ഡ്രൈവറുടെ മകനായിരുന്നു. ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്തു. 25,000 രൂപ കിട്ടുന്ന ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് ഞാൻ. ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 40 crores എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് എന്നാണ്. ഇവന്റെ കോഴ്സ്, പക്ഷെ ഇവൻ ജെന്യൂൻ അല്ല കേട്ടോ. ഇവൻ കോഴ്സ് ഇവരെ പോലെ കണ്ടക്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കൊന്നുമില്ല. കൂടെ നിൽക്കണമെങ്കിൽ അവൻ ചാർജ് ചെയ്യുന്ന എത്രയെന്നറിയോ? 4 lakh plus GST. തുടങ്ങുന്ന എത്രയിലാണെന്നറിയോ? 199 rupees. 199 rupeesല് 956 പേര് ലൈവായിട്ട് ഞാൻ കണ്ടു. വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൽ കൂടുതലുണ്ട്. 199 rupees, 956 പേര്, 1,90,244 he made just by that ad.
യൂട്യൂബിലിട്ടൊരു ആഡ്. എനിക്കറിയാവുന്ന 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പ്രിംസൺ ഡയസ് എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. ഇപ്പൊ നമ്പർ 1 അക്കാദമിയിൽ അവന്റെ കോഴ്സ് ഒക്കെ വരുന്നുണ്ട്. മിടുക്കനാ. ഒരിക്കൽ ഞാനുമായിട്ട് സഹകരിച്ചൊക്കെ ചെയ്യാനിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നെ റാഞ്ചിക്കൊണ്ട് പോയത്. ഇവന്റെ കൂടെ നിന്ന് ഞാൻ പണ്ടേ കോടീശ്വരനായിരുന്നു. മറ്റവനാണെങ്കിൽ എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരുത്തനായിരുന്നു. അതാണ് ആറ്റിറ്റ്യൂഡ്. whenever you make some relationship with people in your business, ചെവിയെന്നുള്ളുക. ബി കെയർഫുൾ, ബിവെയർ. നമ്മളെ താഴേക്ക് വലിക്കുന്നവനാണോ, നമ്മളെ മേലോട്ട് വലിച്ചു കൊണ്ടുപോകുന്നവനാണോ? താഴോട്ട് വലിക്കുന്നവനാണെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. ഹായ് ബൈ ഹബീബി, എവറിത്തിങ് ഈസ് ഓക്കെ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി വിത്ത് യു. പറയുക, തുറന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ വരുന്നവരോട്, സാറുമായിട്ടൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ട് അവന്റെ പുറകെ കെഞ്ചി നടന്ന, എടോ താനെന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യോ. ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പയ്യനാണ്, മിടുക്കനാ. പോകാൻ പറഞ്ഞു, ഓ പിന്നെ എനിക്ക് സമയമില്ല, മറ്റേ മറിച്ചത്. ഇന്നിപ്പോ ഞാൻ ബുക്ക് ഇറക്കി. അതുപോലെ തന്നെ സൂപ്പർ ഈ സക്സസ് ഗ്യാൻ പോലെ തന്നെ നിതിൻ സോണി സംഘടിപ്പിച്ച ഇതിൽ വൺ അമംഗ് ദി ബെസ്റ്റ് ട്രെയിനറായിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അത് ചെയ്ത സമയത്ത് ഇവൻ എന്നെ വിളിക്കാണ്, സാബ്ജി ഹംകോ ഭി ഷാമിൽ കർ ദേനാ. എന്നെയും കൂടി ഉൾപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു, പോയി ചാവാൻ പറഞ്ഞു. നമ്മൾ ശരിയായ വിധത്തിൽ വിളിച്ചപ്പോൾ അവൻ വന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. അവസരം കണ്ട് മാത്രം വരുന്നവരെ കൂടെ നിർത്തരുത്. ഇതൊക്കെ നമ്മൾ പഠിച്ച പാഠങ്ങളാട്ടോ. ഈ 46 വയസ്സിനുള്ളിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വലിയ ലൈഫ് ലെസൺസ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ ആരെ കൂടെ നിർത്തുന്നു, അതും നമ്മുടെ അപ്പൻഡൻസിനെ ബാധിക്കും. ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുന്നു. എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഇത് ജിം റോൺ പറഞ്ഞൊരു കാര്യമാണ്. എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് മണി, ജിം റോൺ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? യു വിൽ ബി ദി ആവറേജ് ഓഫ് 5 people whom you go around. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളത് ആരാ? ലുക്ക് അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും നോക്കുക. ഇവിടേക്ക് നമുക്ക് പിന്നെ പഠിക്കാം. ആദ്യം നമ്മൾക്ക് ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചിട്ടല്ലേ EFT ടാപ്പിംഗ്. ഇത് മാറ്റാതെ എത്ര ടാപ്പ് ചെയ്താലും നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് പലർക്കും. നമ്മൾ ലൈഫ് ലെസൺസ്, അതൊരു ലൈഫ് കോച്ചിങ് കൂടിയാണ്. ഞാനൊരു ലൈഫ് കോച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതൊന്നും ഇതിന്റെ ഭാഗമല്ല, EFTയുടെ ഭാഗമല്ല. പക്ഷേ അപ്പൻഡൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹൂ ഈസ് അറൗണ്ട് വിത്ത് മീ? ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഉപ്പ തന്നെ ആവാം, നമ്മുടെ അച്ഛൻ തന്നെ ആവാം, നമ്മുടെ പപ്പ തന്നെ ആവാം. അതായത്, മോനെ ബ്രാൻഡഡ് ടീഷർട്ട് ഒന്നും മേടിക്കരുത് കേട്ടോ, അതിന് 3500 രൂപയാ. ദേ സെയിം സാധനം കണ്ടോ, അലൻസോളി അല്ല വേറെയാ, എത്ര രൂപ? 600 രൂപ. ഇങ്ങനെയാണ് എന്നെ വളർത്തി. 35 വർഷം ഞാൻ കളഞ്ഞു ഈ ചപ്പും ചവറും മേടിച്ചിട്ട്. അന്ന് ഞാൻ നോക്കുമായിരുന്നു, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മക്കള് അന്ന് അഡിഡാസിന്റെ ഷൂസ്, നൈക്കിയുടെ ഷൂസ്, ന്യൂയോർക്കിന്റെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പ്, അതൊക്കെ വെച്ചിട്ട് നടക്കുന്നവന്മാർ ഇന്നിപ്പോൾ നിൽക്കുന്ന ലെവല് കോടികളാണ്. സീ ദ മൈൻഡ് സെറ്റ്. ഷെനാസിന്റെ മറ്റുള്ള ഇവിടെ കണ്ട ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് കണ്ടേ. ദിസ് ഈസ് കോൾഡ് ദ മില്യണർ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് മാറ്റാതെ ഒരു EFT ചെയ്താലും നമ്മൾ വിജയിക്കാം. ഞാനടക്കം ഞാൻ ചേഞ്ച് ചെയ്തു. ഞാൻ ഈ വർഷം ഞാൻ തീരുമാനം എടുത്തു, അടുത്ത വർഷം മുതൽ അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് ഒന്നും ഈ വിലയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടും. ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്കൊരു LMS പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ 4,999 3,999 കിട്ടും. അത് നിങ്ങൾ പഠിക്കുകയോ ഇല്ലെന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ഇതുപോലെ ഇരുന്ന് വിനോദ് ജോൺ സമയം മുടക്കില്ല. ഇനി എൻ്റെ സമയത്തിന് ഞാൻ വില വയ്ക്കും. ഇഫ് ഐ ആം സ്പെൻഡിങ് 1 hour, ഐ വിൽ ചാർജ് അറൌണ്ട് 5,000 എന്ന് ഞാൻ തീരുമാനം എടുക്കുകയാണ്. ഹൈ ടിക്കറ്റ് മൈൻഡിലേക്ക് കിടക്കാം. നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ എന്തിനാ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്, ഇതായിരുന്നു എൻ്റെ കുഴപ്പം. എൻ്റെ കുഴപ്പം ഇതാണ്, ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഞാനതാണ് എൻ്റെ ലൈഫ് ലേണിംഗ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. എന്ന് നിങ്ങൾ ഹൈ ടിക്കറ്റ് സെയിൽസിലേക്ക് കിടക്കുന്നു, അന്നേ നിങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. ഒരു കോച്ചാണെങ്കിൽ, ഒരു കൗൺസിലർ ആണെങ്കിൽ. പലർക്കും എൻ്റെ അടുത്ത് വരുന്ന പലരും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോയിട്ട് അവർ അടുത്ത് പോയിട്ട് ഒരു രക്ഷയില്ലാത്ത കേസുകളാണ് പലതും വരുന്നത്. ചിലർ അതിന് മുമ്പേ വരും, അവർ രക്ഷപ്പെടുകയും ചെയ്യും പെട്ടെന്ന്. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയ കേസ് അറിയാം. ഞാൻ അവരെ കുറ്റം പറയാല്ല, സൈക്യാട്രി മരുന്ന് കഴിക്കേണ്ടെന്നല്ല. ഇപ്പോൾ ഉറക്കമില്ലാത്തവനാണെങ്കിൽ ഉറക്കാനുള്ള മരുന്ന് കൊടുക്കണം. കാരണം ഉറങ്ങിയാലേ അവൻ്റെ ബ്രെയിനിലെ കെമിക്കൽസ് ഒന്നെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ലിഥിയം കുറവുള്ള ആൾക്ക് ബൈപ്പോളർ സിൻഡ്രോം ഉണ്ടാവും. അപ്പോൾ ലിഥിയം മെഡിസിൻ അവിടെ കൊടുക്കണം.
ഇല്ല എന്നല്ല ഞാൻ പറയാം. പക്ഷേ ഫോർ ഇയേഴ്സ് ഇഫ് യു ടേക്ക് സൈക്കാട്രിക് മെഡിസിൻ യു വിൽ ബിക്കം എ റിയൽ സൈക്കോ. ഡ്രഗ്സ്, ഷെഡ്യൂൾഡ് എച്ച് ഡ്രഗ് ടു ബി പ്രിസ്ക്രൈബ് ബൈ എ ക്വാളിഫൈഡ് ഫിസിഷ്യൻ എന്ന് എഴുതിയിട്ടുണ്ട് റെഡ് കളറിൽ. ആ സ്ട്രിപ്പും വളരെ കുഞ്ഞായിട്ട് എഴുതുന്നത്. ഡ്രഗാണ് നമ്മൾ കഴിക്കുന്നത്, മരുന്നല്ല, കെമിക്കലാണ്, സിന്തറ്റിക് കെമിക്കലാണ്. അതിന്റെ ഒരു നോളജ് ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ ഷെഹനാസിനൊക്കെ അറിയാൻ പറ്റും, ഈ കൗൺസിലിംഗ് രംഗത്തുള്ളവർക്ക് അതറിയാം. ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ നമ്മൾ വെറും മന്ദൻ, ഒരു മന്ദിപ്പായി പോകും. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു. ഇപ്പൊ ഇയാള് ഭാര്യയുടെ പ്രശ്നം വന്നിട്ട് അയാൾക്ക് മാനസിക പ്രശ്നമാണ്. ഹീലിംഗ് കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണൊക്കെ തെളിഞ്ഞു, അയാൾ ഹാപ്പി. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഇതിനൊരു വിലയില്ലേ? ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഒരു മില്യണറാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നത് സ്ട്രെസ് കൂടിയിട്ട് മോഹൻലാലാണ് വരുന്നതെങ്കിൽ പിന്നെ എൻ്റെ ജാതകം മാറിയില്ലേ? മോഹൻലാലിൽ നിന്ന് ഞാൻ 500 രൂപയാണോ മേടിക്കേണ്ടത്? ഐ വിൽ ചാർജ് 1,50,000 ഫ്രം ഹിം ഒറ്റ ഡേയിൽ, അല്ലെങ്കിൽ ഞാൻ മണ്ടനായി പോകും. പക്ഷേ മോഹൻലാലോ ടൊവിനോയോ ആരെങ്കിലും ഇവിടെ വന്നാൽ പിന്നീട് എൻ്റെ ചരിത്രം മാറി. അതിനുള്ള വഴിയൊക്കെ ഞാനിപ്പോൾ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ വെട്ടിത്തെളിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് റിവീൽ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഒരു ഗ്രൂപ്പാണ്, പരസ്പരം അറിയുന്നവരാവണം, നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വിശ്വസിച്ച് വന്നുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ. ജോൺ സാറ് ഭയങ്കര ഇതാണ് കേട്ടോ, പുള്ളി ഭയങ്കര അടിക്കുന്നത്. 2 crores ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് പോസിബിളാണ്. ഞാൻ ലൈവ് എക്സാമ്പിൾ കാണിച്ചു തന്നില്ലേ, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം, നിങ്ങൾ അവരൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ദേവ് ഗഡ്വി അന്ന് 1,90,244 രൂപ 1999 കോഴ്സ് 956 പേരിൽ നിന്നുണ്ടാക്കി. ഇതിൽ നിന്നും 456 പേര്, 400 കൂട്ടും, 400 പേര് അയാളുടെ 3 ദിവസത്തെ പ്രോഗ്രാം, മെയിൽ ഇയാൾ പ്രോഗ്രാം നടത്തിയിട്ട് പറഞ്ഞു ജൂലൈയിൽ 3 ദിവസത്തെ പ്രോഗ്രാം ചാർജ് ചെയ്യുന്നത് 20,000. എത്ര ഉണ്ടാക്കിയെന്നറിയോ? 80 lakhs. 199 നിന്ന് അവൻ പോയത് എങ്ങോടാ? 80 ലക്ഷം രൂപ. ക്യാൻ യു ഇമാജിൻ? അവൻ ചെയ്തത് എന്താ? ഒരു ഫെറാറി കാർ വാടകയെടുത്ത് അവിടെ കോട്ടും സൂട്ടും ഇട്ടിരുന്ന്, ഞാനൊരു ട്രക്ക് ഡ്രൈവറുടെ മോനായിരുന്നു, ഒരു ബിൽഡപ്പ് സ്റ്റോറി ഉണ്ടാക്കി ബിൽഡ് ചെയ്തു. എന്നിട്ട് പറയാണ്, കണ്ടോ ഞാൻ ഉണ്ടാക്കി, നിങ്ങൾക്കുണ്ടാക്കി തരാം. അവൻ്റെ അടുത്തേക്ക് ഇല്ലും പറയാ വിവരം. പക്ഷേ ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള അല്ലാത്തവരെയും കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. ഞാനും ഒരു മണ്ടനായിരുന്നു. 20,000 രൂപയ്ക്ക് ഞാനത് കണ്ടു. പിന്നെ എനിക്ക് മനസ്സിലായി 20,000 രൂപ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം പുള്ളി പറയുക തീരാൻ പോണു. 3-ാമത്തെ ദിവസം, അതായത് ക്ലാസ് എടുക്കുന്നത് ഇമ്മൻസ് എനർജിയാണ്, അവനെ സമ്മതിക്കണം. കാലത്ത് 9:30 9:45 തുടങ്ങിയിട്ട് വൈകിട്ട് 7:30 അവസാനിപ്പിക്കുന്നത്. ഉച്ചയ്ക്കൊരു ബ്രേക്ക്, വൈകിട്ടൊരു ബ്രേക്ക്. 10:30 ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, എൻ്റെ വിശദമായ കോഴ്സിലേക്ക് വരൂ, 20,000 രൂപ മാത്രം, 20,000 രൂപ മാത്രം. അതിലും മുടക്കിയ ആൾക്കാർ ഞാനടക്കം. സി, ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞിട്ട് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന കിളിനാദമുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ്, ബിനോയ് സാർ, യു ആർ വൺ among the selected people who attended this training, so I am calling you. We would be your partner in business and you will earn money like anything. ഞാൻ ചോദിച്ചു, ഹൗ മച്ച് ഐ വിൽ ഹാവ് ടു സ്പെൻഡ് മൈ ഡിയർ ലേഡി ചോദിച്ചു. അവൾ പറയാണ് 4 lakhs പ്ലസ് GST. ഞാൻ പറഞ്ഞു, ലേലു വല്ലു 20,000 രൂപ മുടക്കിയത് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. അവൻ്റെ സ്ട്രാറ്റജി കണ്ടോ? അതിൽ അവനെ പോലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ് ഞാൻ. എൻ്റെ കയ്യിൽ വെടിക്കോപ്പുകളുണ്ട്. ഇവന് കയ്യിൽ ആയുധം കൊടുത്താൽ വെടിവെച്ചോളും എന്ന് ഇവനറിയാം. അപ്പോൾ അതിന് തയ്യാറാക്കി വിട്ടാൽ മതിയല്ലോ. എന്നിട്ട് അവൻ പറയും, കണ്ടോ ബിനോയ് ജോൺ ഒന്നുമല്ലായിരുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ അണ്ടറിൽ മെന്ററിങ് നടന്നതിന് ശേഷം ബിനോയ് ജോണിന്റെ 1 മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 6 to 10 lakhs ആണ് എന്ന് ഇവൻ പറയും. ദിസ് ഇസ് മാർക്കറ്റ്. എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട്? അതുപോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ജെന്യൂൻ കേസ് വളരെ കുറവാണ്. എനിക്കിപ്പോൾ മനസ്സിലായി ജെന്യൂൻ കേസ് ഏതാണ്. ആ ജെന്യൂൻ കേസിൽ ഒരാളെ ഞാൻ ഏറ്റെടുത്തു. ആ ലേഡി ഒന്ന് വിളിച്ചു, ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അടുത്ത ബുക്കിങ്ങിന് അടുത്ത അവരുടെ ടീം മെമ്പർ ലേഡി എന്നെ മെസ്സേജ് അയക്കുകയാണ്, സർ ടുമോറോ അറ്റ് വിച്ച് ടൈം വി ക്യാൻ ടോക്ക് വിത്ത് യു പറയാണ്. ആലോചിക്കുക,
how efficiently he has made that team. One lady would be calling from Delhi, the other lady would be calling from Bangalore, the other one will be from Mumbai. He is coordinating everyone. He is minting money like anything. ഞാൻ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു ഡ്രോപ്പ് ഔട്ട് ആയ ഒരാൾക്ക് ഈ ലെവലിലേക്ക് വരാമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഹൗ മച്ച് യു ക്യാൻ ഏൺ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലിമിറ്റ് വെച്ചിരിക്കുന്നത് ആ ലിമിറ്റിൽ നിങ്ങൾ ഒതുങ്ങിപ്പോവും. അതുകൊണ്ട് അതിന് ലിമിറ്റ് വെക്കരുത്. പക്ഷേ ബോധപൂർവം ചെയ്യണം. നാളെ തന്നെ ഞാൻ കോടി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങല്ല വേണ്ട. ദർ ഷുഡ് ബി എ പ്ലാൻ. എനിക്കിപ്പോൾ ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. അടുത്ത 10-12 മാസം എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യണം. അത് സ്കെഡ്യൂൾ ചെയ്തിട്ട് കൃത്യമായിട്ട് ഇവർ പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ പൊസിഷനിലേക്ക് ഞാനും എത്തും. പിന്നെ നിങ്ങൾക്ക് പൊടിയിട്ടാൽ പോലും എന്നെ കാണില്ല. കാരണം പിന്നെ വേറെ ലെവലിലേക്ക് കടന്നാൽ ഇതുപോലെയൊന്നും നമ്മൾ സമയം കളയില്ല. ലൈവ് പ്രോഗ്രാം നിർത്തിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും, വേണമെങ്കിൽ റെക്കോർഡിങ് കണ്ടോളൂ എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ അതൊരു സൈഡ് വരുമാനം. ലൈവായിട്ട് നമ്മൾ വെബിനാർ ആയിരിക്കും ചെയ്യുന്നത്. വെബിനാറിൽ നിന്ന് കൺവേർട്ട് ആവുന്നത് ഇപ്പം ഞാൻ വല വിരിച്ചിട്ട് ഇപ്പം നിങ്ങൾ 17 പേര് വന്നില്ലേ, നിങ്ങൾക്ക് നഷ്ടം വരില്ല കേട്ടോ, അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ 17 പേര് വന്നു, ഞാൻ വല വിരിക്കുന്നത് പാൻ ഇന്ത്യ ലെവലിലാണെങ്കിലോ ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിലോ ഈ 17 എന്നുള്ളത് 170 ആവാൻ അധികം സമയം വേണ്ട. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഞാൻ പറയാണ്, ഒരു പ്രോബബിൾ ചാൻസ് ആണ്. ഞാൻ ചെയ്യുന്നത് 3500 രൂപയുടെ കോഴ്സ് തന്നെയാണെന്ന് വെക്കുക. ബേസിക് ലെവൽ കോഴ്സാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇൻറ്റു 170 പീപ്പിൾ ആണെങ്കിൽ എത്രയായി? 5,95,000 rupees. അപ്പോൾ ഒരു മാസം ഒരു കോഴ്സ് നടത്തി കഴിഞ്ഞാൽ 2 കോഴ്സ് നടത്തിയ വരുമാനം എത്രയായിരിക്കും? ഇതുപോലെ ഒരു 5000 രൂപയുടെ കോഴ്സ് കൂടി നടത്തുകയാണ്. അതിനൊരു 100 പേര് ജോയിൻ ചെയ്തു. എത്രയായി? 5000 ഇൻറ്റു 100, 5 lakhs. അപ്പോൾ 10 lakh above ആയോ 1 month? വാട്ട് മൈ പ്ലാൻ? ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്താലേ ഇനി ബിനോയ് ജോൺ എന്നുള്ള ആളെ ഓൾ ഇന്ത്യ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അറിയുള്ളൂ. കാരണം അത് ചെയ്യുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഈ ടെക്നിക്കൽ എല്ലാം അറിയാം, ഞാൻ യൂസ് ചെയ്യാത്ത ആളാണ്. ഇപ്പോൾ പണ്ട് വന്ന ബിന്ദു മാഡത്തിനും അവർക്കൊക്കെ അറിയാൻ പറ്റുമോ? ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതിനുള്ള എല്ലാ പടക്കോപ്പും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യുക. ലെഗ് ഫേവേഴ്സ് ദോസ് ഹു ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇത്രയും നല്ല ഒരു മെന്ററെ എനിക്ക് കിട്ടി, ഞാനത് ഗ്രാബ് ചെയ്തു. അവിടെ ഞാൻ ലാഭം വിചാരിച്ചെങ്കിലോ ഇനി കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പണ്ട് നിങ്ങൾ 17 പേരുടെ സ്ഥാനത്ത് എനിക്ക് വന്നിരുന്ന എത്ര പേരാണെന്നറിയോ? യു കാൻഡ് ഈവൺ ഇമാജിൻ. 95 പീപ്പിൾ വെർ ദർ. 95ഉം 100ഉം ഒക്കെ ആയിരുന്നു. 75, 85. ചക്രാധ്യാനത്തിനൊക്കെ ഇടിച്ചു കയറ്റമായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. പക്ഷേ ഐ വാസ് ചാർജിങ് വെരി ലോ എമൗണ്ട്. പക്ഷേ ചക്രധ്യാനത്തിന് ഞാൻ 6000 രൂപയിൽ കുറച്ച് ചെയ്തിട്ടില്ല. ആദ്യത്തെ ബാച്ചിൽ 3 മാസം കൊടുത്തപ്പോൾ ഒരു മാസം 1000 രൂപ വെച്ച്, കോവിഡ് ടൈം. പിന്നെ 6000, 7500 ആ റേഞ്ചിലേ പോയിട്ടുള്ളൂ. കാരണം അതിൻ്റെ വിലയുണ്ട്. 14 ദിവസം ചെയ്യുന്നവരില്ല. 7 ദിവസം EFT ആരെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നിരന്തരമായിട്ട്? ലെറ്റ് മീ ആസ്ക് യു, ഉണ്ടോ? അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ന് തന്നെ മുതലായോ? നിങ്ങൾക്ക് ഈ ഐഡിയ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ചാൽ എന്തുകൊണ്ട് വേറെ ലെവലിലേക്ക് കടന്നുകൂടാ? വൈ ഡോണ്ട് യു ബിക്കം എ യോഗ ഇൻസ്ട്രക്ടർ ഇൻ യുവർ ഫീൽഡ്? ദിവ്യ, ഹൗ മച്ച് യു വുഡ് ബി ഏർണിംഗ്? ജസ്റ്റ് ഇമാജിൻ. യോഗ എന്ന് പറയുന്നത് ഹോട്ട് കേക്കാണ്. ഇഫ് യു ആർ എൻ എക്സ്പെർട്ട് യു ക്യാൻ മേക്ക് അറ്റ്ലീസ്റ്റ് 2-3 lakhs in the beginning itself. Believe me. Tap for that. കാരണം നിങ്ങൾക്ക് അവിടെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യം അവിടെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ പരസ്യങ്ങൾ ഇറക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളാട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പരസ്യം മാറ്റി പിടിച്ചപ്പോൾ കൂടുതൽ പേര് ജോയിൻ ചെയ്തു. എപ്പോഴാണെന്നറിയോ? EFTയുടെ ഉപജ്ഞാതാവായ ഗാരി ക്രേഗിൽ നിന്നും 8ഓളം മറ്റുള്ള പ്രമുഖ വിദേശികളായ ട്രെയിനേഴ്സിൽ നിന്നും വൈദഗ്ധ്യം നേടിയെടുത്ത ട്രെയിനറുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വരൂ. ഇൻക്രീസ്ഡ്. വാചകം മാറ്റി, തലവിധി മാറി. യോഗ ഫോർ വെയിറ്റ് ലോസ്. ആളുകൾക്ക് സമയമില്ല. ഹൗ മെനി ഡേയ്സ്? 2 weeks. ഹൗ മെനി kg? ഹൗ മച്ച് kg യു വിൽ ബി റെഡ്യൂസിങ്? നമ്മൾ പറയാണ് 10 kg അറ്റ്ലീസ്റ്റ്. 9 അല്ലെങ്കിൽ 8 to 10 kg. കൊടവയറുമാരും പാഞ്ഞു വരാൻ തുടങ്ങും ദിവ്യയുടെ അടുത്തേക്ക്. ബട്ട് യു ഷുഡ് മാർക്കറ്റ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോഴും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ഗ്രൂപ്പിലാണ്.
ഇനി പുതിയ ഗ്രൂപ്പ് വരും, വാട്സപ്പ് മാർക്കറ്റിംഗ് വരും, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് വരും, യൂട്യൂബ് മാർക്കറ്റിംഗ് വരും, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് വരും. ഇതെല്ലാം കൂടി നമ്മളൊരു ഫണൽ ക്രിയേറ്റ് ചെയ്ത്, സെയിൽസ് ഫണൽ ക്രിയേറ്റ് ചെയ്ത് ഇവരെല്ലാവരെയും ഡീറ്റെയിൽസ് എടുത്ത് ഞാനും ചെയ്യും 199 കോഴ്സ്. ആദ്യം എൻ്റെ ബുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പം തന്നെ മുതലായോ 600 രൂപയുടെ ബുക്ക്. ഈ ബുക്ക് ആകുമ്പോൾ അതിനൊരു 300 രൂപ കൂട്ടാം. 199 ലാഭമായോ? അത് കഴിഞ്ഞ് അതിൽ വരുന്ന ആൾക്കാർ ഒരു 200-250 പേരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 10% ആൾക്കാരെങ്കിലും കൺവേർട്ട് ചെയ്ത് എനിക്ക് 5000-ന്റെ കോഴ്സിലേക്ക് കൊണ്ട് 5000-ലേക്ക് കോഴ്സ് വന്ന ഒരാളെ എനിക്ക് വേണമെങ്കിൽ പിന്നെ പ്രീമിയം ലെവലിലുള്ള ആൾക്കാരെ പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവരാം. സി ദ മാർക്കറ്റിംഗ് പ്ലാൻ. ഇങ്ങനെയാണ് വിജയിച്ചവരൊക്കെ വിജയിച്ചേക്കുന്നത്. അതല്ലെങ്കിൽ എന്നും കോരന് കുമ്പിളിൽ തന്നെ. ഐ ഡോണ്ട് ബിലീവ് ഇൻ മോട്ടിവേഷൻ. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒരുപാട് പേര് നമ്മൾ അവരെ തടഞ്ഞിട്ട് നടക്കാൻ നിവൃത്തിയില്ല നമ്മുടെ നാട്ടിൽ. മോട്ടിവേഷൻ നടത്തിയിട്ട് ആരെങ്കിലും നന്നായി പോയത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൂടി വന്നാൽ 2 ദിവസം 3 ദിവസം, അത് കഴിഞ്ഞാൽ ബലൂൺ ഇങ്ങനെ കാറ്റ് ഉരുവിട്ട പോലെ ഇത് തന്നെ അവസ്ഥ. കുപ്പിച്ചില്ല് നടന്ന എത്ര പേര് ആത്മവിശ്വാസം ഉണ്ടായി? കനലിൽ കൂടെ നടന്ന എത്ര പേർക്ക് ആത്മവിശ്വാസം ഉണ്ടായി? ഐ ഡോണ്ട് ഡു ഓൾ ദീസ് സ്റ്റുപ്പിഡ് തിങ്സ്. അതൊക്കെ പഴയ സംഭവമാണ്. 90s-ലെ 80s-ലെ 70s-ലെ കാര്യമാണ്. ഇതൊന്നും ഞാൻ ചെയ്യില്ല. ആളുകൾക്ക് പ്രയോജനമുള്ളത് അവർ വന്നവർ ലൈഫ് മാറട്ടെ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ, പരിവർത്തനം. ചേഞ്ച് അല്ല, പരിവർത്തനം. ബിനോയ് ജോണിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പരിവർത്തനം ഒരാൾക്കുണ്ടാവണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊന്നും ഇതിന്റെ ഭാഗമല്ല. ഇനി എന്താണ് ധനം, വെൽത്ത്? എന്താണ് പണം, മണി? എന്താണ് പ്രോസ്പെരിറ്റി? എന്താണ് അബൻഡൻസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? ഓൾ ദീസ് ആർ ഡിഫറെന്റ് തിങ്സ്. ഇതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ആർക്കെങ്കിലും പറയാം? അൺമ്യൂട്ട് ചെയ്ത് പറയും. യുവർ ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ടത് എന്താ ദിവ്യ? അബൻഡൻസ് ആണോ? ആ, ഓക്കെ. ഒരാൾ അബൻഡൻസ് പറയുന്നു. ദിവ്യ എന്ത് പറയുന്നു? സെയിം, അബൻഡൻസ്. അബൻഡൻസ്, വെരി ഗുഡ്. നിഖില എന്ത് പറയുന്നു? കാർത്തിക, ഷെസാദ്, ഡോക്ടർ വിമല? പ്രോസ്പെരിറ്റി എനിക്ക് തോന്നുന്നേ. പ്രോസ്പെരിറ്റി. കണ്ടോ ഡിഫറൻസ് വന്നുണ്ടോ? ഷെസാദ് എന്ത് പറയുന്നു? സർ അബൻഡൻസിലെല്ലാം പെട്ടില്ലേ? ആ, എല്ലാം വേണ്ടേ? ആവുമല്ലോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ഷെസാദിന്. പറയാം. ഫഹദ്, എന്താണ് ലൈഫിലേക്ക് വരേണ്ടത്? ആദ്യം പറ. ഇപ്പൊ അറിയാം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ പറയാം. ഈ ഒറ്റ 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറയാം. അബൻഡൻസ്. ആ, അബൻഡൻസ് ആണോ? എല്ലാം വേണം. ഫഹദ് എന്ത് പറയുന്നു? അബൻഡൻസ്. വിമല ഡോക്ടർ എന്ത് പറയുന്നു? ഇതിൽ ഏതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം? അബ്ദുൽ ലത്തീഫ് സർ ഫ്രീ ആണെങ്കിൽ ഒന്ന് പറയൂ. ഷറഫ് പറയാൻ ചാൻസ്. അഭിവൃദ്ധി. ആ, ഓക്കെ. അഭിവൃദ്ധി. അതായത് അബൻഡൻസ്. നിർമ്മലേ മോനെ, ഇത് നമ്മുടെ യങ്സ്റ്റർ ആട്ടോ ഇവൻ. നീ വീഡിയോയിലൊന്നും വരണ്ടെങ്കിലും ഒന്ന് പറയൂ. നിനക്ക് എന്താ വേണ്ടത് ജീവിച്ചു പോവാൻ? അബൻഡൻസ്, സമൃദ്ധി. തനീസ് പറയുന്നുണ്ട്. റെജിൽ എന്ത് പറയുന്നു? റെജിൽ എന്ത് പറയുന്നു? അവിടെ അനക്കമില്ല. ഇനി ഞാൻ പറയട്ടെ. ഇപ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റുമോ എന്ന് പലരും ചിന്തിക്കാൻ പോകുന്നു. ഞാൻ അബൻഡൻസ് എന്ന് പറഞ്ഞത് കാടടച്ച വെടിവെച്ച്. ഹൂവർ വോണ്ട് സമൃദ്ധി കം ടു മീ. സമൃദ്ധി ആഗ്രഹിക്കുന്നവർ വരൂ. അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഇവിടെ വരൂ. ഞാൻ അവിടെ പ്രോസ്പെരിറ്റി ഉപയോഗിച്ചില്ല, മണി ഉപയോഗിച്ചില്ല, വെൽത്ത് ഉപയോഗിച്ചില്ല. വെൽത്ത് ക്രിയേഷന്റെ ക്ലാസ് വരുമ്പോൾ ഇതിലും മൈക്രോ ലെവലിലാണ് പോവുക. വെൽത്ത് മാസ്റ്ററി വരും. 21 ദിവസം ക്ലാസ് ആട്ടോ, 1-2 ദിവസമല്ല. ലോങ് 21 days. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ, അപ്പം അറിയാം. കുറേ കാര്യങ്ങൾ അതിൽ വരും. മൈക്രോ ലെവലിൽ നമ്മൾ പിടിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു അബൻഡൻസ് എന്ന് പറയുമ്പോൾ മൊത്തമാണ്, കാടടച്ചാ പറയുന്നത്. അതായത് ബിനോയ് ജോൺ എന്നുള്ള വ്യക്തിക്ക് ഇന്ന് ഒരു 1.5 കോടി വില വരുന്ന ഒരു വീട് ഒരു സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് മാസം ഇത്ര വരുമാനമുണ്ട്. ഇതൊക്കെ ശരി.
ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കണ്ടേ? Tell me. പണമായിട്ട് കൊടുക്കും. ആ, ലിക്വിഡിറ്റി, പണം. 20 ഏക്കർ സ്ഥലം ഉണ്ടാവും, അതിന് 1.5 കോടിയോ 2.5 കോടിയോ വിലയുണ്ടാവും. ദുമ്പടി പോക്കറ്റിലില്ല, ബിരിയാണി മുട്ട കഴിച്ചു, മൂക്കുമുട്ട, കാശില്ലെങ്കിലോ? അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പറയൂ, ഇനി പറയൂ. ആ, മണിയാണോ, വെൽത്ത് ആണോ, പ്രോസ്പെരിറ്റി ആണോ, അബൻഡൻസ് ആണോ? ഏതാണ്? മണി, പണം, പണം. മണി മണി സ്വീറ്റർ ദാൻ ഹണി. ഇതില്ലാതെ നമ്മൾക്ക് ഒരു പല്ല് പോലും പറിക്കാൻ ഒരു പല്ല് വിദഗ്ധന്റെ അടുത്ത് പോകാൻ പറ്റില്ല. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സാറിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അബൻഡൻസ് നമ്മുടെ പ്രകൃതിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. ചക്കയായിട്ട് അതെന്താ ഓർക്കാഞ്ഞ്? അല്ല, ഞാൻ പറയാത്ത സാർ, മറ്റുള്ളവർക്ക് ഒരു അവസരം വന്നോട്ടെ എന്ന് കരുതിയിട്ട് പറയാതിരുന്നു, മനഃപൂർവ്വം പറയാതിരുന്നു. അപ്പോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ? ലിക്വിഡിറ്റി, പണമാണ് ആവശ്യം. പണം ഒരു ഊർജ്ജമാട്ടോ, അതുകൊണ്ട് തന്നെ അതിനെ അട്രാക്ട് ചെയ്യാം. അതൊരു എനർജിയാണ് പണം. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധനം. അതായത് അക്കൗണ്ടിൽ ഇത്ര പണം കിടപ്പുണ്ട്, പോക്കറ്റിലില്ല, അല്ലെങ്കിൽ ഇത്ര ധനത്തിന്റെ കോടികളുടെ സ്വത്ത് എനിക്കുണ്ട്. സ്വത്ത്, അസറ്റ്. അതാണ് ഞാൻ നെറ്റ് വാല്യൂ നിങ്ങളെ കൊണ്ട് എഴുതിച്ചത്. വളരെ മൈക്രോ ലെവലാണ്. നമ്മൾക്കുള്ള കോടികളുടെ സ്വത്തും ഒക്കെ ഇതിൽ നിന്ന് നമ്മുടെ കടങ്ങൾ കുറച്ചിട്ട് ബാക്കി എന്ത് നെറ്റ് വാല്യൂ എന്താണ് നമ്മളുടെ, അതാണ് നമ്മുടെ വാല്യൂ. അതല്ല 1.5 കോടിയുടെ വീടോ 2.5 കോടിയുടെ വീടോ സ്ഥലമല്ല, അതവിടെ കിടപ്പുണ്ട്, അത് ലിക്വിഡ് അല്ല. പെട്ടെന്നൊരു ഓപ്പറേഷൻ വന്നു, 5 ലക്ഷം രൂപ വേണം, കയ്യിലുണ്ടോ? ഇതവിടെയാണ് പ്രശ്നം. സോ യു ഷുഡ് അട്രാക്ട് മണി ഫസ്റ്റ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നോക്കിയാൽ അബൻഡൻസ് ഉണ്ട്. പാവപ്പെട്ടന്റെ മീത്തും അതുപോലെ ദേഹത്തും പണക്കാരന്റെ ദേഹത്തും മഴ പെയ്യുന്നു. ഇൻ അബൻഡൻസ്. ഒരുപോലെ മഴ കിട്ടി, ഒരുപോലെ വെയിൽ കിട്ടി. ഇത് അബൻഡൻസാ. ഇപ്പൊ മനസ്സിലാക്കി കൺസെപ്റ്റ് മാറിയാണ്ടോ? അബൻഡൻസ് എന്താ? കാടടച്ച് പിടിവെക്കാം. എനിക്ക് അഭിവൃദ്ധി വേണം. അഭിവൃദ്ധി വേണമെങ്കിൽ എന്താണ് ആദ്യ ആവശ്യം? പണം. അത് കഴിഞ്ഞ് ധനം, അത് കഴിഞ്ഞ് ഐശ്വര്യം, പിന്നെയാണ് അഭിവൃദ്ധി. പിടികിട്ടിയോ? ഇതെല്ലാം കൂടി ചേരുമ്പോഴേ അഭിവൃദ്ധി ആവുകയുള്ളൂ. അപ്പൊ എനിക്ക് പറയാം, ഞാൻ ഇന്ന് ദുബായി പോവാണ്, മോസ്റ്റ് മോഡേൺ പ്ലെയിനിൽ, ഇക്കണോമിക് ക്ലാസ്സിലല്ല ബിസിനസ് ക്ലാസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്നു. അബൻഡൻസാ. അവിടെ നിന്ന് ഇറങ്ങുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് സുഖമായി താമസിക്കുന്നു. അബൻഡൻസാ. എറിയാൻ പണമുണ്ട്, അതാണ് അബൻഡൻസ്. അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലായോ? ഈ വ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ മണി അട്രാക്ട് ചെയ്യാൻ പോകരുത്. കാരണം നമ്മളെ പലപ്പോഴും അട്രാക്ട് ചെയ്യുന്ന അബൻഡൻസ് ആയിരിക്കും. സർ, അപ്പൊ പ്രോസ്പെരിറ്റി എന്താ ഉദ്ദേശിച്ചതില്? ഐശ്വര്യം. അതന്നെ, അത് ഫിനാൻഷ്യൽ എന്നുള്ള ഉദ്ദേശത്തിലല്ലേ പറഞ്ഞേ? ഫിനാൻഷ്യൽ മാത്രമല്ല, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ ആ ചേച്ചിയെ കണ്ടപ്പോ, അയ്യോ എന്തൊരു ഐശ്വര്യമുള്ള ലേഡി. അവരെ 5 വയസ്സില്ല, അവരൊരു എന്താണ്, ഹോം മേക്കറാണ്. അയാളുടെ പണം ഉണ്ടോ? പക്ഷെ നല്ല ഐശ്വര്യമുള്ള സ്ത്രീ കേട്ടോ. അപ്പൊ ഐശ്വര്യം പണമാണോ? പ്രോസ്പെരിറ്റി ഫിനാൻഷ്യൽ അല്ല ഉദ്ദേശിക്കുന്നേ. ഫിനാൻഷ്യൽ മാത്രമല്ല, അല്ല, അതും കാടടച്ച് വെടിവെക്കില്ല. പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പൊ ചിലർ എന്നോട് പറയും, ഈ കടയിൽ ചെല്ലും പറയും, ബിനോയ് വന്ന് സാധനങ്ങൾ മേടിച്ച, ബിനോയുടെ വൈഫ് വന്ന് സാധനങ്ങൾ മേടിച്ച, അന്നത്തെ ദിവസം ഭയങ്കര കച്ചവടമാണ്. ഐശ്വര്യം, ഒരു എനർജിയാണ്. അതായത് കല്യാണം കഴിച്ച് ചെല്ലുന്ന സ്ത്രീ അവൾ ലക്ഷ്മിയാണെന്ന് പറയുമ്പോൾ അവൾ ഐശ്വര്യമുള്ള ആളാണെന്ന് അർത്ഥം. അതില്ലെങ്കിൽ പറയും മൂദേവിയാന്ന് പറയും. ശരിയല്ലേ? കേട്ടിട്ടില്ലേ? നമ്മള് പല ജീവിതത്തിലും കേട്ടിട്ടില്ലേ? ഈ മൂദേവി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം 5 പൈസ എൻ്റെ ഉണ്ടായിട്ടില്ല. അത് കറക്റ്റാണ്. അതായത് നമ്മൾ വൺസ് മാരീഡ് ആണെങ്കിൽ, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പൈൻഡ് ഡെസ്റ്റിനിയാണ്. വി ഹാവ് ടു ലിവ് ടുഗദർ.
അവിടെ ഭാര്യ ഉത്തര ധ്രുവത്തിലും ഭർത്താവ് ദക്ഷിണ ധ്രുവത്തിലും ഇരുന്നാൽ ഡെഫിനറ്റ്ലി ഇൻ യാങ് ആ ഒരു മെയിൽ ഫീമെയിൽ എനർജിയുടെ കുറവ് വരുമ്പോൾ ഐശ്വര്യം അമ്പയെ താഴും. അച്ഛനും അമ്മയും വഴക്ക് കിട്ടുന്ന വീട് ഐശ്വര്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ധനാഗമനം കുറയും. ഭാര്യയും ഭർത്താവും തല്ലു ബഹളമായിട്ട് പോകുന്നു, ധനം വരില്ല, വന്നാൽ നിലനിൽക്കില്ല, ചെവിയെന്നുള്ളിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ അയാൾ ഉപേക്ഷിച്ച് വേറെ ജീവിതം നേടുക, അതല്ലെങ്കിൽ അയാളുടെ കൂടെ സഹിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മളെങ്കിലും മിണ്ടാതിരിക്കുക. 2 കൈയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മുടെ പണത്തിന്റെ ആഗമനത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ എത്രത്തോളം ആഴത്തിലാണ് നമ്മൾ പഠനം പോയത്? ക്യാൻ യു ഇമാജിൻ? ആലോചിച്ച് നോക്കുക. ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. നിങ്ങൾ ഇത്ര നാൾ ഈ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്ത് പറയുന്നു ഈ പ്രത്തുള്ള? ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയാം, നേരിട്ടല്ല എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെയാണ്. അപ്പൊ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് പണമാണെങ്കിൽ മാത്രമേ പണം നമ്മുടെ ലൈഫിൽ വരുള്ളൂ. ഐശ്വര്യം എന്ന് അഫേം ചെയ്താൽ ഐശ്വര്യം വരും, പണമായിരിക്കില്ല വരുന്നത്. അബൻഡൻസ് വേണമെന്ന് പറഞ്ഞാൽ സമൃദ്ധി വരും. അതായത് നമ്മളുടെ പേരിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു സ്വത്ത് വരും, എഴുതി വെച്ചിട്ടുണ്ട്. അത് അബൻഡൻസാണ്. പക്ഷെ പണമുണ്ടോ? മരണശേഷം എഴുതി വെച്ചേക്കുന്നത്. പണം എപ്പോഴാണ് വരുന്നത്? 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉപ്പ മരിച്ചു പോകുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന പണം എപ്പോഴാണ് കിട്ടുന്നത്? ഏതോ വിദൂര ഭാവിയിൽ. ബുൾഷിറ്റ്, കാര്യമില്ല. അപ്പൊ അവിടെ അബൻഡൻസ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ എന്താ? എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ചത്തതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ അത് അബൻഡൻസ് ആണ്, പക്ഷേ ധനമോ പണമോ അല്ല. ടേക്ക് മൈ വേർഡ്. ഇപ്പൊ മനസ്സിലായോ ഇതിലുള്ള വ്യത്യാസം? ഇത് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല, ഒരു യൂട്യൂബിലും കിട്ടാൻ വഴിയില്ല. ഞാൻ ഇതൊക്കെ ഇനി പതുക്കെ ചെറിയ ചെറിയ കണ്ണങ്ങളായിട്ട് ഇറക്കും. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ യൂട്യൂബിലേക്ക് ഇറക്കും. ആളുകൾ വരട്ടെ. ഇത്ര വ്യത്യസ്തതയുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമ്മുടെ കോഴ്സിന് ആൾക്കാർ വരുള്ളൂ. അങ്ങനെ കണ്ട് വിശ്വസിച്ച് വന്നവരാണ് നിങ്ങൾ. കാരണം വളരെ ബുദ്ധിമാന്മാരാണ് നമ്മുടെ മലയാളികൾ. എത്രത്തോളം 5 വെബിനാർ നടത്തിയിട്ടാണ് നിങ്ങൾ 17 പേരെ എനിക്ക് കിട്ടിയത്. ആലോചിച്ച് നോക്കി, എത്ര എഫേർട്ട് ഞാൻ അവിടെ ഇട്ടു. നിഖിലേക്ക് അറിയാം, എല്ലാ വെബിനാറിനും കയറുന്ന ഒരാളാണ് നിഖില. അവിടെ വെച്ചിരിക്കുന്നുണ്ട്, ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഞാൻ പ്രോമിസ് ചെയ്തൊരു ബോണസ് തന്നില്ലേ? ഞാൻ വാക്ക് തെറ്റിച്ചോ? ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ടെലിഗ്രാം ഗ്രൂപ്പ്, എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ ദയവേദി. അതിൽ വന്നവർക്കൊക്കെ അത് കിട്ടി. ആസ് ഐ പ്രോമിസ്ഡ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ഇനി അത് ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബിനോയ് ജോൺ സാർ, നിങ്ങൾക്ക് മസിൽ വേണമെങ്കിൽ നിങ്ങൾ പുഷപ്പ് എടുക്കണം. ബിനോയ് ജോൺ സാർ പുഷപ്പ് എടുത്താൽ ദിവ്യക്ക് മസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ദിവ്യക്ക് ഭാരം കുറയോ, അല്ലെങ്കിൽ നിഖിലേക്ക് ഭാരം കുറയോ? അപ്പൊ യു ഹാവ് ടു ഡു ഇറ്റ് ടു യുവർ ഓൺ. നമ്മൾക്ക് മാർഗം കാണിച്ചു തരാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് ഒരു ഖുറാനോ ബൈബിളോ ആയി മാറണം നിങ്ങൾക്ക് ഭാവിയിൽ. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്, കളിയല്ല. കഥയില്ല, ഇത് ജീവിതം എന്നൊക്കെ പറയില്ലേ, ഇത് ജീവിതമാണ്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു അട്രാക്ട് മണി ഓൺലി. മണി വരുമ്പോൾ ഇതെല്ലാം വരും. ഐശ്വര്യവും സമ്പത്തും അബൻഡൻസും ഒക്കെ വരും. ഇതിന്റെ ബേസിക് തിങ് എന്ന് പറയുന്നത് പണം തന്നെയാണ്. അതൊരു എനർജിയാണ്. അതിനെ എങ്ങനെ നമ്മൾക്ക് ടാക്കിൾ ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുന്ന വളരെ വളരെ പ്രധാനമുള്ള കാരണം. ബുക്ക് എടുത്ത് വെക്കുക. ഓരോ പോയിന്റും മണിമുത്തുകളായിരിക്കും, എഴുതി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം, വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. എത്ര പേര് വീഡിയോ ഇരുന്ന് കാണും? 1.5 മണിക്കൂറൊക്കെ. ബിനോയ് ജോൺ സാർ എന്തൊക്കെയോ പറഞ്ഞു വന്നു, ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഗ്രഹിച്ചു. അതല്ലെങ്കിലോ നിങ്ങൾ ആ വീഡിയോ വിട്ടുകളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക ക്ലാസ്. അതിലാണ് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുക. ഇപ്പൊ ഈ എനർജി നിങ്ങൾ വീഡിയോയിൽ കിട്ടുമോ? ഞാൻ ഇവിടെ നിന്ന് തരുന്ന എനർജി, ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ പ്രസക്തി, നല്ല ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് പറ്റും കേട്ടോ. നല്ല വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഇതേ റെക്കോർഡിങ് ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യും, അത് കണ്ട ഒരാൾക്ക് നേടാൻ പറ്റും. ബട്ട് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഡയറക്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യമല്ലാതെ ഒന്നും ഞാൻ തരില്ല. ഇത് നിങ്ങൾ പ്രായോഗികമാക്കിയാൽ നിങ്ങൾ വിജയിക്കും. നാളെ നിങ്ങളുടെ ബുക്ക് അത് എഴുതി വെച്ച് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം.
ആരെയും വെളിപ്പെടുത്തണമെന്നില്ല. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഞാനിത് ചെയ്തു എന്നെങ്കിലും മെസ്സേജ് അയക്കുക വാട്സാപ്പ് ഗ്രൂപ്പിൽ. എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ ഫോർ 2024 ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 5 കൊല്ലത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങളുടെ രഹസ്യമായിട്ട് വെച്ചോ. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലോ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. വേണ്ട, എനിക്കറിയണ്ട, നിങ്ങൾക്ക് ആർക്കും അറിയണ്ട. നിങ്ങൾ സ്വയം അറിയണം, എഴുതണം. ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തു സർ. ഇനി വെളിപ്പെടുത്തണമെങ്കിൽ വെളിപ്പെടുത്തിക്കും. ആരും ഇവിടെ നെഗറ്റീവ് എനർജി തരാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവ് എനർജി തന്നോ? ഞാൻ പറഞ്ഞ വിദ്യകൾ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യമെന്നല്ലേ ചിന്തിച്ചോളൂ. ആരെങ്കിലും അയ്യോ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ മെത്തേഡാണ് എല്ലാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാണ്. ഇപ്പൊ ദിവ്യ ഒരു യോഗ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ആ യോഗ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുക. ഗുഡ് ലാംഗ്വേജ് യു ഹാവ്. ഇഫ് യു നോ ദ ടെക്നിക്സ്, യോഗ ടെക്നിക്സ്, ആൻഡ് ഇഫ് യു ആർ ക്വാളിഫൈഡ്, ലിറ്ററലി ക്വാളിഫൈഡ്, യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാലത്ത് എത്രയോ യോഗ തെറാപ്പിസ്റ്റുകളുണ്ട്. അല്ല, അതിൽ ഏറ്റവും വ്യത്യസ്തയായ ഫീമെയിൽ തെറാപ്പിസ്റ്റ് നിങ്ങളാവും യോഗ തെറാപ്പിസ്റ്റ്. ഷെഹനാസ് ഒരു കൗൺസിലറാണ്. ആ കൗൺസിലിംഗ് നടത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു കൗൺസിലർ ആവാൻ ശ്രമിച്ചുകൂടാ? എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഞാൻ വ്യത്യസ്തത കൊടുക്കുന്ന ഒരാളാണ് കൗൺസിലിങ്ങിൽ. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത ആൾക്കാർ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ റിട്ടയർ അല്ലാത്തതായിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നു. സംതിങ് ഐ ഹാവ് വിച്ച് ദേ ഡോണ്ട് ഹാവ്. അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു മേക്ക് ഇറ്റ് എ പാഷൻ. അത് നിങ്ങളുടെ പാഷൻ ആക്കുക. ആ പാഷൻ ആയിരിക്കും നിങ്ങളെ. ഇപ്പോൾ M4 ടെക്കിന്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? യൂട്യൂബ് M4 ടെക്. എത്രമാത്രം എഫേർട്ടാണ് ആ മനുഷ്യൻ ഇടുന്നത്. അവനൊക്കെ പൈസ കിട്ടേണ്ടത് തന്നെയാണ്. ഒരു പുതിയ വിദ്യകൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വെൽഡ് ചെയ്ത് ഓരോന്ന് ഉണ്ടാക്കുക, വെള്ളത്തിലൂടെ അത് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരെ അവതരിപ്പിക്കുക. ഈസ് റിയലി ഡൂയിങ് ഹിസ് ഹാർഡ് വർക്ക്. അവന് മാസം 2.5-3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അസൂയ വന്നിട്ട് കാര്യമില്ല. ഈസ് മേക്കിംഗ് എഫേർട്ട്. അവൻ ആ ഫീൽഡിലാണ് അറിയാവുന്നത്. അവനോട് റോക്കറ്റ് സയൻസ് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ധനത്തിന്റെ തത്വത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്നെ പോലെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അവന് പണം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എന്നേക്കാൾ കൂടുതൽ പണം അവനുണ്ടാക്കാൻ അറിയാം. എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? പലരും അദ്ദേഹത്തെ തെറിയൊക്കെ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് അവൻ ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് മേഖലയുണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നു. ഫഹദിന് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെത്തേഡ് അറിയാമെങ്കിൽ വൈ ഡോണ്ട് യു ബിക്കം എ ട്രെയിനർ? സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ കൃത്യമായ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കാം എന്നൊരു കോഴ്സ് ചെയ്യാം. ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിലെന്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡൻസിന് റിസൾട്ട് ഉണ്ട്, നമുക്ക് റിസൾട്ട് ഉണ്ട്. നമ്മളെ റിസൾട്ടിലുള്ള ആ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കയ്യിൽ നിൽക്കുന്നില്ല. അത് നമുക്ക് വ്യത്യസ്ത രീതികളാണ് അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇനി അടുത്ത ക്ലാസ്സിൽ എന്താണെന്നറിയോ? ഓരോരുത്തരുടെയും അബൻഡൻസ് ബ്ലോക്ക്, മണി ബ്ലോക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഞാനല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആയെന്ന്. കുറച്ചൊക്കെ നമ്മുടെ ഗോൾ സെറ്റിംഗ്. ഒരാള് ഒരു വഞ്ചി കയറിയിരിക്കുകയാണ്, 2 തുഴയും വലിച്ചെറിഞ്ഞു, ഇങ്ങനെ കൈ കെട്ടിയിരുന്ന എന്ത് സംഭവിക്കും? അതാണ് പലരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഒഴുക്ക് വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട്, പടിഞ്ഞാറോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട്. പലരുടെയും ജീവിതം അങ്ങനെയാണ്. ഒഴുക്കിന് കുത്തിയ കഴുക്കോല് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കഴുക്കോല് ഒഴുക്കിന് കുത്തിക്കഴിഞ്ഞാൽ ഒഴുക്കിന്റെ ഭാഗത്തേക്ക് അങ്ങ് പോകും വഞ്ചി. അതിനെതിരെ കുത്തണം. കഴുക്കോല് എന്ന് പറയുന്ന ആ നീളത്തിലുള്ള മുള വടിയാണ്. അപ്പൊ പലപ്പോഴും ലൈഫിൽ നമ്മൾക്കെതിരെയാണ് തിരമാല വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നീന്തൽ നിർത്തണോ? ഒരു പട്ടം പറക്കുന്നത് ഒരു ഗതി മാറ്റി ആ കാറ്റിനനുസരിച്ച് അവൻ തുളച്ച് കയറിയാണ് പോകുന്നത്. ഒരു സ്പീഡ് ലോഞ്ച് പോകുന്നത് എങ്ങനെയാ? ഒരു സ്പീഡ് ലോഞ്ച് ഒരു ബോട്ട് പോകുന്നത് എങ്ങനെയാ? തിരമാലകൾ കീറി മുറിച്ചിട്ടാ ഒരു കപ്പൽ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ള പവർ അവൻ മേക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അതിന്റെ കിലോ വാട്ട് എനർജിയുള്ള വലിയൊരു മോട്ടർ അല്ലെങ്കിൽ എഞ്ചിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയായി മാറണം. ഇനി നാളെ നമുക്ക് എനർജി ലെവൽ ചെക്ക് ചെയ്യാം. എവിടെയാണ് നമ്മൾ 10-ൽ എത്രയിലാണ് ഞാൻ നിൽക്കുന്നത്? 10-ൽ നിന്ന് നെഗറ്റിവിറ്റി 0-ലേക്ക് കുറയ്ക്കണം, പോസിറ്റിവിറ്റി 0-ൽ നിന്ന് 10-ലേക്ക് ആക്കണം. ടാപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യങ്ങൾ. അടുത്ത ക്ലാസ്സുകളിൽ വരുന്നത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. ഇന്ന് നിങ്ങൾ ഇത് വെച്ചിട്ട് കണ്ണടച്ചിരുന്ന് ആലോചിക്കുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ
ഞാൻ എത്രയാണ് എൻ്റെ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്, ഇതെനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ, റീച്ച് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തന്നത് കണ്ടില്ലേ, 500 പേര് ജോയിൻ ചെയ്തു, 199 രൂപയുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയായി. അങ്ങനെ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വേണം കേട്ടോ. ഷഹസാദ്, ഇബ്രത്തുള്ള, ഒരു ബിസിനസ്സുകാരനും അതുപോലെ ഫഹദ്, ഇവരൊക്കെ തന്നെ ഡെഫിനറ്റ്ലി ഈ ഗോൾ ഇത് ചെയ്യാതെ പോകരുത് മുന്നോട്ട്. നാളെ നമുക്ക് ഔട്ട് ഓഫ് 10 നമ്മൾ എവിടെയാണ്, നമ്മുടെ നെഗറ്റിവിറ്റി 0-ലാണോ 9-ലാണോ 10-ലാണോ നമ്മൾ കണ്ടുപിടിക്കും. പോസിറ്റിവിറ്റി നമ്മൾ എത്രയുണ്ടെന്ന് നോക്കും ടാപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നെഗറ്റിവിറ്റി 10-ലുണ്ടായിരുന്നോ 9-ലോ 8-ലോ 7-ലോ ആയോന്ന് നോക്കണം. പിന്നെ ടാപ്പ് ചെയ്തിട്ട് 7 എന്നുള്ളത് 0-ലേക്ക് എത്തിക്കണം നെഗറ്റിവിറ്റി. പോസിറ്റിവിറ്റി നേരെ മറിച്ചും 0-ൽ നിന്ന് 10-ലേക്ക് എത്തിക്കണം. ഈ മെത്തേഡാണ് നമ്മൾ EFTയിൽ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ SUD എന്ന് പറയും, SUD, അതൊക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ SUD ലെവൽ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നമ്മളൊരു ടാപ്പിങ്ങിൽ നമ്മൾ നോക്കുകയാണ്, ഔട്ട് ഓഫ് 10 നമ്മുടെ നെഗറ്റിവിറ്റി മാക്സിമം പെയിൻ, സ്ട്രോങ് പെയിൻ, മീഡിയം പെയിൻ, മൈൽഡ് പെയിൻ, നോ പെയിൻ. ഈ ലെവലിലേക്ക് നമ്മൾ പച്ച സിഗ്നലിലേക്ക് എത്തണം. ചിരിക്കുന്ന തലമാവണം, പെയിൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം. അത് നമ്മൾ ശാരീരികമായിട്ട്. മോണിറ്ററി വൈസ് ആണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ ടാപ്പ് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം എവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതറിയാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക, എഴുതി വെക്കുക. ഔട്ട് ഓഫ് 10 എവിടെയാണെന്ന് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ ലൈവായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ശരിയാവില്ല. ഇതുപോലെ പഠിക്കുന്നതല്ലേ സുഖം. നിങ്ങൾ അതേസമയം ഒരു ഹോട്ടലിൽ നിങ്ങളൊരു എത്ര AC റൂമിൽ ഇരുത്തി ഞാൻ ചെയ്താലും അടുപ്പിച്ച് പഠിപ്പിക്കുന്നേക്കാൾ നല്ലത് കുറച്ച് പഠിക്കുന്നതല്ലേ നമ്മുടെ തലയിൽ കയറുക സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ പല പോക്കറ്റുകളാക്കിയിട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. പല ഖണ്ഡങ്ങളായിട്ടായിരിക്കും. പക്ഷെ ആ ഓരോ ഖണ്ഡവും നമ്മൾ നല്ല കേക്ക് പീസ് എടുത്ത് തിന്നില്ല, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറും. ഡെഫിനറ്റ്ലി യുവർ ലൈഫ് വിൽ ചേഞ്ച്. അബ്ദുൽ ലത്തീഫ് സാർ ഒരു നല്ല ചിഹ്നം അയച്ചിട്ടുണ്ട്, ഒരു ഇമോജി. താങ്ക് യു സാർ. സാറ് വെൽത്ത് മാസ്റ്റർ ചെയ്ത ഒരാളാണ്. പക്ഷേ വെൽത്ത് മാസ്റ്ററിയിൽ നമ്മളുടെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമ്മൾക്ക് ഇതിനകത്ത് EFT ടാപ്പ് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. അതിനെ മാറ്റാനുള്ള വിദ്യകൾ അതിൽ കുറേയൊക്കെ സംഭവങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 ബ്രെയിൻ മ്യൂസിക്, അതുപോലെ തന്നെ കാലത്ത് കേൾക്കേണ്ട അഫർമേറ്റീവ് മെഡിറ്റേഷൻ, ആൽഫ ലെവൽ ഇനി വരുന്നുണ്ട്. നിങ്ങൾക്കത് വരും. നിങ്ങൾക്കിതിൽ 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്, അത് തന്നെയാണ്. പക്ഷേ ഒരു ബ്രെയിൻ മ്യൂസിക്കേ തരുള്ളൂ നിങ്ങൾക്ക്, പ്രോസ്പെരിറ്റിക്കുള്ള. ബാക്കി ടാപ്പിങ്ങിനുള്ള മ്യൂസിക്കും തരും. അത് വെച്ച് ടാപ്പ് ചെയ്തോ. ഒരു ആൽഫ ലെവൽ ടാപ്പിംഗ് 2 തരും, മെഡിറ്റേഷൻ തരും. ഇത് 3 തന്നെ കിട്ടിയപ്പോൾ 3500-ലധികം നിങ്ങളുടെ കയ്യിലായില്ലേ.